വന്യ തിരുപാദം എല്ലാവരും തേടി വന്നതയകന്നു ഇന്നുമെന്നും പാടൂ. വന്യ തിരുപാദം എല്ലാവരും തേടി വന്നതയകന്ന് ഇന്നുമെന്നും പാടൂ. ഹല്ലേലൂയ ഗീതം പാടിടാ, എല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാ, എല്ലാം മാറിപ്പോകുമേ. വല്ലവനാമോട്ട് നല്ലവനായോട്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നോട്ട്. വല്ലവനാമോട്ട് നല്ലവനായോട്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നോട്ട്. എത്രയെന്നാലോ എല്ലാറ്റേയും വിലക്കിയല്ലോ. എത്രയെന്നാലോ എല്ലാറ്റേയും വിലക്കിയല്ലോ. ഇഴകളിൽ പാരോ ചുമക്കുന്ന ഏകകർത്താവേരോ സാദരം നാം പാടൂ. ഇഴകളിൽ പാരോ ചുമക്കുന്ന ഏകകർത്താവേരോ സാദരം നാം പാടൂ. ഹല്ലേലൂയ ഗീതം പാടിടാ, എല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാ, എല്ലാം മാറിപ്പോകുമേ. വല്ലവനാമോട്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നോട്ട്. വല്ലവനാമോട്ട് നല്ലവനായോട്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നോട്ട്. എല്ലാവിധ ആവശ്യങ്ങളോ നല്ലതോ ചെയ്തു തരുന്ന എല്ലാവിധ ആവശ്യങ്ങളോ നല്ലതോ ചെയ്തു തരുന്ന എല്ലാം ഒട്ടും തീർത്ത നല്ല കർത്താവേരു എല്ലാവരും ചേർന്നു ഹല്ലേലൂയ പാടൂ. എല്ലാം ഒട്ടും തീർത്ത നല്ല കർത്താവേരു എല്ലാവരും ചേർന്നു ഹല്ലേലൂയ പാടൂ. ഹല്ലേലൂയ ഗീതം പാടിടാ, എല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാ, എല്ലാം മാറിപ്പോകുമേ. വല്ലവനാമോട്ട് നല്ലവനായോട്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നോട്ട്.
പകൽക്കാലോ ഓ വെളിപ്പെടുത്തു ഓ ഹോ 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 ഓ ഹിതമാന 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 സംഗാരാജ ഹിതമാന ഹിതോ ഹിതമാന ഓ ഹിതമാന സംഗാരാജ ഹിതമാന ഹിതോ ഹിതമാന ഹിതോ ഹിതോ ഹിത ഉദാമാന ഉസമാന ഹിതോ ഹിത ഉദാമാന ഉസമാന ഓ ഹോ Glory, 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 glory. Oh, Hidamana, 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 Hudamana, Hushamana, Hudamana, Hidamana, Hudamana, Hushamana. Yes, yes, Elavato. Hidamana, Abhishekam Chalikate, Abhishekam Chalikate. Hudamana, Hudamana, Hidamana. Oh, 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 oh. Yes, 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 yes. Hudamana, 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 Hidamana, Hudamana, Hushamana, Hudamana, Hidamana, Hudamana, Hushamana. Hidamana, Hudamana, വെളിപ്പെടുകയോ അഭിഷേകം ചലിക്കുകയോ ആരാധന വെളിപ്പെടുകയോ അന്ധകാര മണ്ഡലങ്ങൾ ഉടയുകയോ ദുരാത്മാവിന്റെ മണ്ഡലങ്ങൾ തകരുകയോ ഇന്നവർ കുടുംബങ്ങളെ തലമുറകളെ സഭയെ അധികാരം പറഞ്ഞ് പോരാടുന്നു ദുരാത്മാവിന്റെ കേട്ടുകൾ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ Magato, 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 oh Magato, 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 Hino Bagalkalo, Holy Nagato, Deva Magato, very particular. Oh, Rabba Rabba Rabba, oh, 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 oh. Rigamana Hamda Raja Ribalaba Shamda Raja Oh Rigamana Hamda Raja Ribalaba Shamda Raja Rigamana Amen 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 എല്ലാവരും ഇന്ന് പകൽക്കാലം ഓ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ അതരങ്ങളെ ചലിപ്പിച്ച് കഴിഞ്ഞ 21 ദിവസങ്ങളായി ദൈവ സന്നിധിയിൽ കഴിഞ്ഞ 21 ദിവസങ്ങളായി ദൈവ പാദപീഠത്തിലായിരിക്കുന്ന തൻ്റെ ജനത്തെ കഴിഞ്ഞ 21 ദിവസങ്ങളായി ദൈവ പാദപീഠത്തിലായിരിക്കുന്ന തൻ്റെ ജനത്തെ ഈ പകൽക്കാലം സ്വർഗം സന്ദർശിക്കുന്നു ഇന്ന് പകൽ സ്വർഗം സന്ദർശിക്കുന്നു ഇന്ന് പകൽ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഈ പകൽക്കാലം കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് അതരങ്ങൾ പൂട്ടിയിരുന്ന് ഇന്ന് പകൽ ദൈവത്തെ അപമാനിക്കാതെ അതരങ്ങൾ പൂട്ടിയിരുന്ന് ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യത്തെ തിരസ്കരിക്കാതെ ഈ പകൽ അഭിഷേകത്തിന്റെ സാന്നിധ്യം ശക്തമായി മഹത്വമായി ഈ പകൽക്കാലം വെളിപ്പെടേണ്ടതിന് ഈ പകൽക്കാലം വെളിപ്പെടേണ്ടതിന് എല്ലാവരും ചേർന്ന് കർത്താവിനെ ഇന്ന് പകൽക്കാലം ആരാധിച്ചോട്ടെ കൃപകൾ ജ്വലിക്കട്ടെ അഭിഷേകം ചലിക്കട്ടെ ആരാധന വെളിപ്പെടട്ടെ അഭിഷേകം ചലിക്കട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ പൈശാചിക മണ്ഡലങ്ങൾ ഉടയട്ടെ ദുരാത്മാവിന്റെ മണ്ഡലങ്ങൾ തകരട്ടെ കുടുംബങ്ങളെ വഞ്ചിക്കുന്ന തലമുറകളെ വഞ്ചിക്കുന്ന ആമേ സഭയെ വഞ്ചിക്കുന്ന ദുരാത്മാവിന്റെ മണ്ഡലങ്ങൾ ദുഷ്ടാത്മാവിന്റെ മണ്ഡലങ്ങൾ ഇന്ന് പകൽ ഉടയട്ടെ Udarabharamana Khadagaragana Khadagara Amdana Ragandana Daradara Udabalabalaba Shagaradara Amdal Proudara Daradara Inno Pagal Kruba Cholikunno Abhishekam Chalikunno Aradhana Veliപ്പെടുന്നു കഴിഞ്ഞ 21 ദിവസമാ ദൈവപാദപീഠത്തിലിരുന്ന് ആമേ കൃപകൾ ഏറ്റെടുത്ത എൻ്റെ മക്കളുടെ ഇന്ന് പകൽ ആ കൃപ ജ്വലിക്കുകയാ Udarabaramana Khadagara Digandana Daradara
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഓ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 21 ദിവസങ്ങളായി ദൈവപാദപീഠത്തിൽ നമുക്ക് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കാനിടയായി. ഇന്ന് പകൽ മഹനീയമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ചിലരുടെ പേരെന്നോ പകൽ സ്വർഗത്തിൽ എഴുതി, ചിലരുടെ പേരെന്നോ പകൽ ജീവപുസ്തകത്തിൽ എഴുതി. പകൽക്കാലം സ്വർഗം സന്തോഷിക്കുകയാ. ഒരു നിമിഷം ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പകൽ സർവശക്തനായ ദൈവത്തിൻ്റെ അരുളപറ്റ കരം നമ്മുടെ കുടുംബങ്ങളുടെ മേൽ പകർന്നു. ഈ ഉപവാസം പൂർത്തീകരിക്കത്തില്ലെന്ന്, ഇത് തകർന്നു പോകുമെന്ന്, ഇതിൻ്റെ ഇടയിലൊരു പ്രതികൂലമുണ്ടാകുമെന്ന്, ഇത് പൂർത്തീകരിക്കത്തില്ലെന്ന് ദുഷ്ടൻ വെല്ലുവിളിച്ചു, പൈശാചികൻ വെല്ലുവിളിച്ചു. തകർച്ച കാണാൻ ദുഷ്ടൻ കാത്തിരുന്നു. തകർച്ച കാണാൻ പൈശാചികൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തുനിന്നു. അതിൻ്റെ നടുവിൽ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം തികയ്ക്കുമെന്നുള്ള വചനം ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന മണിക്കൂറുകളിൽ സ്വർഗത്തിലെ ദൈവം കൊണ്ടുവന്ന കൃപകളെ ഓർത്ത് ആദരങ്ങളെ ചലിപ്പിച്ച് സ്തോത്രം ചെയ്ത് ഇതിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും, ഇതിൻ്റെ ആരംഭം മുതൽ ഇതുവരെയും നടത്തിയ ദൈവത്തിന് ആദരങ്ങളെ ചലിപ്പിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒടുവിലത്തെ ദിവസം അവസാന ദിവസം ദൈവസന്നിധി നിർത്തിയ ദൈവത്തിന് ഇന്നോ പകൽ നന്ദിയുള്ള ഹൃദയത്തോടെ ആദരങ്ങളെ ചലിപ്പിച്ച കർത്താവിന് ഇന്നോ പകൽ നന്ദി പറഞ്ഞു. എത്ര പേര് ചേർന്ന് ഈ ഉപവാസത്തിൻ്റെ അവസാന നാളുകൾ കണ്ട, ഈ ഉപവാസത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ എത്തിച്ച ആ കർത്താവിന് ഇന്നോ പകൽ ഇത് പൂർത്തീകരിക്കത്തില്ലെന്ന്, ഈ ഉപവാസ അവസാനം കാണിക്കത്തില്ലെന്ന്, ഇതിൻ്റെ ഇടയിൽ പ്രതികൂലങ്ങൾ കൊണ്ടിടുമെന്ന്, ഇതിനെ പരസ്യകോലമാക്കുമെന്ന്, ഇതിനെ പരാജയപ്പെടുത്തുമെന്ന് വാദിച്ച ചില മാനുഷിക ശക്തികൾ, വാദിച്ച ചില പൈശാചിക ശക്തികൾ, വാദിച്ച ചില ദുരാത്മാവിൻ്റെ ശക്തികൾ ഇന്ന് പകൽക്കാലം പരാജയപ്പെട്ട ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ ജനം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ജയപേരി മുഴക്കുക. സ്വർഗം കൃപ ചെയ്തതിനോ ആദരങ്ങളെ ചലിപ്പിച്ച് നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്ത് എത്ര സ്തുതിച്ചാലും മതി വരാത്ത ദൈവിക വിടുതലുകൾ ദൈവം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റുന്നു. 112 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 112 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും, വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും. ദുർവർത്തമാനം നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ചുറച്ചിരിക്കും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു, അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും.
10-ാം വാക്യം നമുക്ക് ചേർന്ന് വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ല് കടിച്ചുരുകിപ്പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. നല്ലൊരു സങ്കീർത്തനം തന്നതിനായി സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ കർത്താവ് നമ്മളെ നടത്താൻ പോകുക, സ്തോത്രം ചെയ്യുക. ആമേ, കർത്താവിൻ്റെ കൃപ കൊണ്ട് പുതിയ സ്തോത്രം ചെയ്യുക. യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് പകൽ ആ ഭാഗ്യ വർണ്ണന നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ കർത്താവ് പകരാൻ പോകുന്ന കൃപകളെ ഓർത്ത് ആ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്തേ. ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം പ്രാർത്ഥനയോടെ. പ്രൈസ് ദി ലോർഡ്. ശുദ്ധകരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 21-ാമത്തെ പകൽ വേളയിലാണ് ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരുവാനിടയായി. കൃപയാൽ 6-ാം തീയതി പ്രാർത്ഥിച്ച് ആരംഭിച്ച ഉപവാസം ദൈവകൃപയാൽ ഈ 26-ാം തീയതി വരെയും ദൈവം സൂക്ഷിച്ചു. ഇനി ഒരു ചെറിയ സമയം കൂടി കഴിഞ്ഞാൽ ഈ ഉപവാസ പ്രാർത്ഥന ഇവിടെ അവസാനിച്ച് തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ചില ആഴ്ചകളായി വളരെ വേദനയോടും ഭാരത്തോടും ഒക്കെ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊക്കെ ദൈവം വിടുതലുകൾ തന്ന് കൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം കൃപ ചെയ്തു. കഴിഞ്ഞ 21 ദിവസമായി ദൈവസന്നിധിയിൽ പൂർണ്ണമായി എനിക്കും കുടുംബത്തിനും ഉപവാസത്തോടെ ആയിരിക്കാൻ ഇടയായി. അപ്പോൾ തന്നെ സഭയിലെ പലരും ഒരാഴ്ച കൊണ്ട് ഉപവസിക്കുന്നവരുണ്ട്, കഴിഞ്ഞ ചില ദിവസങ്ങളായി ഉപവസിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ ആരംഭം മുതലേ അവർക്ക് കിട്ടിയ സമയങ്ങളൊക്കെ മാറ്റിവെച്ച് ഉപവസിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഒരു വലിയ ദൈവപ്രവൃത്തിയായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന നമുക്ക് മറക്കാൻ പറ്റത്തില്ല. എത്ര പേർക്ക് സന്തോഷമായിരുന്നു, എത്ര പേർക്ക് സന്തോഷമായിരുന്നു. ആമേൻ. കുറേ വർഷങ്ങൾക്ക് ശേഷം കൈ അടിച്ച് പൊട്ടി ചോര ഒലിച്ചത് ഈ ഉപവാസത്തിലാണ്. പ്രൈസ് ദി ലോർഡ് അല്ലേ. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരാൾ എന്നോട് പറഞ്ഞത്, ഒന്നല്ല 3 പേരെന്നോട് പറഞ്ഞ, പാസ്റ്റേ ജോസഫ് പാസ്റ്റർ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ആ സമയത്ത്, പണ്ട്, ഇപ്പോഴത്തെ കാര്യമല്ല, പണ്ട് ആമേൻ, ഇവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്ന ആത്മീയ അന്തരീക്ഷത്തേക്ക് സഭ മടങ്ങി വന്നു. ആമേൻ. ഞാൻ പറഞ്ഞല്ല. ആമേൻ, സ്തോത്രം. ചിലർ കണ്ണുരുട്ടണ്. വരാത്തവരുടെ കാര്യമല്ല, വന്നവരുടെ കാര്യം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചകളായി ഇവിടെ വന്നവരുടെ കാര്യമാണ്. നിങ്ങൾ കണ്ണൊന്നും ഉരുട്ടണ്ട, എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. ഇവിടെ വന്ന് ആരാധിച്ച് അനുഭവിച്ചവർ പറഞ്ഞ കാര്യമാണ്. ഞാൻ കയ്യിൽ പറഞ്ഞല്ല. സ്വർഗം മനസ്സലിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സഭയിൽ കുറച്ച്, എത്ര പേര് അഭിഷേകം പ്രാപിച്ചവരെന്ന് കൈവൊക്കെ? അഭിഷേകം പ്രാപിച്ചവര് ഉറക്കെ പോക്ക്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയും പേര് ഈ കഴിഞ്ഞ 2 ആഴ്ചക്കകത്ത് അഭിഷേകം പ്രാപിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തനാണ്, എത്ര വിശ്വസ്തനാണ്. ആമേ. കർത്താവിൻ്റെ എല്ലാ നല്ല ദാനങ്ങൾക്കായി, കൃപകൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാരെ ഒന്ന് വന്ദനം ചെയ്തിട്ട് പറയുന്നതാണ് അതിൻ്റെതായ ശരി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജോസഫ് പാസ്റ്ററാണ്. ഒരു കൈയടി കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ബീന സഹോദരിയുടെ ഭർത്താവാണ്. നമ്മുടെ പ്രിൻസിയുടെ പപ്പയാണ്. ആമേൻ. കഴിഞ്ഞ കുറേ വർഷമായി ഇവര് തമിഴ്നാടിൻ്റെ ഭാഗത്ത് കർത്താവിൻ്റെ വേലയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭം ഞാൻ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പലരും സ്നാനത്തിന് ഇങ്ങോട്ട് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്ത് പ്രിൻസിയും പറഞ്ഞു, പാസ്റ്റേ ഞാനും സ്നാനപ്പെടുന്നു. അപ്പോൾ
തീരുമാനം എടുത്തു. അവൾ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ 7 പേര് എന്നോട് പറഞ്ഞു, 7 പേരുടെയും പേര് പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞ എൻ്റെ അങ്ങേ ആഴ്ച പ്രിൻസി എൻ്റെ പപ്പയോട് പറഞ്ഞു ഞാൻ സ്നാനപ്പെടുന്നു. പപ്പ പറഞ്ഞു, മക്കളെ എനിക്ക് പെണ്ണായിട്ട് നീ ഉള്ളൂ, എനിക്ക് നിന്നെ സ്നാനപ്പെടുത്തണം. അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ ജനിച്ചതും വളർന്നതും ഇവിടെയാണ്, എനിക്കിവിടെ സ്നാനപ്പെടണം. ഹല്ലേലൂയ. 2 പേരും ഇങ്ങനെ നിന്നു. എനിക്ക് നിന്നെ സ്നാനപ്പെടുത്തണം. അവൾ പറഞ്ഞു എനിക്കിവിടെ സ്നാനപ്പെടണം. ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നിനക്കൊരു പപ്പയാണ്, പപ്പയ്ക്കൊരു സന്തോഷം വരണം, നീ അവിടെ തന്നെ സ്നാനപ്പെട്. അങ്ങനെ ഞാൻ അവളെ പറഞ്ഞ് ഒക്കെ ആ തീരുമാനത്തിൽ നിന്ന് അല്പം മാറ്റി നിർത്തി. അങ്ങനെ നിന്നപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പ്രിൻസി അഭിഷേകം പ്രാപിച്ചു. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ച് പിറ്റന്ന് ഉച്ചയ്ക്ക്, ഞായറാഴ്ച ഉച്ചയ്ക്ക് ജോസഫ് പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവൾ ഇവിടെ സ്നാനപ്പെട്ടാ മതി. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളും വരണം, നിങ്ങളുടെ മോളെ സ്നാനമാണ്, നിങ്ങൾ വന്നേറ്റ്. ഒരു കുഞ്ഞ് സ്നാനപ്പെടുമ്പോൾ അപ്പനും അമ്മയും നിർബന്ധമായി ജീവിച്ചിരിക്കുന്നെങ്കിൽ ഉണ്ടായിരിക്കണം. കാരണം സ്വർഗത്തിൽ പേരെഴുതുന്ന കാര്യമാണ് അല്ലേ. അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ സ്നാനത്തിന് ഉണ്ടാകണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരണം. അയ്യോ പാസ്റ്റർ ഞാൻ കാണില്ല, എൻ്റെ സാന്നിധ്യം കൂടെ കാണും, എനിക്ക് സഭ നടത്തണം അവിടെയാണ്ട്. ഞാൻ പറഞ്ഞു എങ്ങനെയായാലും വേണം. ഒരു ചെറിയ സമ്മതം തന്നെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു. ഇന്നലെ രാത്രി നമ്മുടെ നാട്ടിൽ വന്നു. ആമേ. അവർ കുടുംബമായി പ്രിയ ബീനസോരി ജോസഫ് പാസ്റ്റർ ഒരുമിച്ച് ആ കുഞ്ഞിൻ്റെ സ്നാനം കാണാനും ആമേ ഒരു അനുഗ്രഹമായി തീർന്നു. ഇതൊരു ദൈവപ്രവൃത്തിയാണ്, ഇതൊരു ദൈവപ്രവൃത്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. അവരിപ്പോൾ കുടുംബമായിട്ട് തമിഴ്നാട്ടിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നു. ഇന്ന് വൈകുന്നേരത്ത് അവർ കടന്നു പോകും. ആമേ. കുറച്ച് അല്പം കഴിഞ്ഞ് നമ്മളോട് അല്പം ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. ഓക്കെ. ആമേൻ. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ആ കുടുംബത്തെ ഓർത്ത് നമ്മുടെ കരങ്ങളെ അടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ മുരളി പാസ്റ്റർ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേ. കഴിഞ്ഞ ചില വർഷങ്ങൾ കൊണ്ട് എൻ്റെ ഒരു വലങ്കൈ എന്ന പോലെ കവലകളിൽ ലജ്ജ കൂടാതെ, പ്രൈസ് ദി ലോർഡ്. ആമേ. എനിക്കും അല്പമെങ്കിലും ലജ്ജയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ എന്നെക്കാളും ലജ്ജയില്ലാതെ കർത്താവിനെ ഉയർത്തുന്ന, പ്രതിഫല ഇച്ഛ നോക്കാതെ, പൈസ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാതെ, ആമേ സ്വോത്ര കാഴ്ച കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാതെ, കഴിഞ്ഞ 2021 കൊറോണ കഴിഞ്ഞ് ചാവാൻ കിടന്നെടുത്ത് നിന്ന് രക്ഷപ്പെട്ടു വന്ന ആ സമയത്ത് തുടങ്ങിയ സെപ്റ്റംബർ 12-ാം തീയതി ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയ ആ പരസ്യോഗം ഒന്നുപോലും മുടക്കാതെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് വരെയും എൻ്റെ കൂടെ ഒരു വലങ്കൈ എന്ന പോലെ, ഒരു പ്രാണസ്നേഹിതനെ പോലെ സുവിശേഷ വേലയ്ക്ക്, ശുശ്രൂഷയ്ക്ക് എന്ന് പറഞ്ഞാൽ കവലകളെ കർത്താവിനെ ഉയർത്താൻ കൂടെ നിൽക്കുന്ന പ്രിയ ദൈവദാസനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേ. വലിയ കാര്യങ്ങളൊന്നും ഇല്ല, പ്രൈസിലോ പറയാനൊന്നുമില്ല. ഒരു സാധുവായ ദൈവദാസനാണ്. പക്ഷേ കർത്താവിനെ ഉയർത്തുന്നതിൽ ഒരു മടിയില്ല. ആമേൻ. കർത്താവിനെ എവിടെ പേരും പ്രശസ്തിയും സ്ഥാനവും മാനവും പദവിയും ഒന്നുമില്ല. പ്രൈസല്ലോ. പുള്ളിക്ക് ഒന്നുമില്ല. പക്ഷേ യേശുവിനെ ഉയർത്താൻ ഒരു നല്ല മനസ്സുണ്ട്. ഇവിടെ പേരും പ്രശസ്തിയും സ്ഥാനവും മാനവും ഉള്ളവർക്കാണ് വില. പക്ഷേ ഈ വിലയെന്ന് പറയുന്നത് നിത്യത വരെ നിലനിൽക്കുന്നതാണ്. ആ പ്രിയ ദൈവദാസന്റെ ഭവനത്തെ ഒത്തിരി പ്രതികൂലങ്ങൾ അഞ്ഞടിച്ചു. പ്രിയപ്പെട്ടവൻ്റെ വൈഫ് മരണത്തെ മുഖാമുഖമായി കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് കണ്ടു. 2-3 ആക്സിഡൻറ്റുകൾ ഈ പ്രിയപ്പെട്ടവനുണ്ടായി, കുഞ്ഞിനുണ്ടായി. മരണത്തെ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പലവട്ടം ഈ കുടുംബത്തെ കണ്ടു. ഇദ്ദേഹത്തിൻ്റെ മകളുമായി യാത്ര ചെയ്യുമ്പോൾ പേരൂർക്കട വെച്ച് ഭയങ്കരപ്പെട്ട ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ വണ്ടി ഇടിച്ച് വന്ന ആളിൻ്റെ കാലും കയ്യൊക്കെ ഒടിഞ്ഞു. എങ്കിലും ദൈവം ഇവരെ സൂക്ഷിച്ചു. ആമേൻ. പ്രിയപ്പെട്ടവൾ മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിൽ കിടന്നു. വീട്ടിലും ആ മാസങ്ങൾ ആയിരുന്നു. പക്ഷേ ദൈവം വിടുവിച്ചു. ഇപ്പോൾ അവരെ അയക്കുന്നു. ഈ ദൈവദാസനെ ഓർത്ത് നിങ്ങൾ ഇദ്ദേഹത്തെ പൊക്കിയത് കൊണ്ട് എനിക്കൊന്നും കിട്ടില്ല, നിങ്ങൾ അതൊന്നും പേടിക്കണ്ട. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവദാസനായതുകൊണ്ടാണ്. ഇവരെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ കവലകളിൽ കർത്താവിനെ ഉയർത്തുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആമേ. അവർക്ക് കിട്ടുന്നത് സ്വോത്രക്കാഴ്ചയല്ല, ചീത്തവിളിയാണ്.
അവർക്ക് കിട്ടുന്നത് സ്ഥാനമാനങ്ങളല്ല, പരിഹാസമാണ്. ആമേൻ, സ്വോത്രം. ഇവരെ പോലുള്ളവരെയൊക്കെ സഹായിക്കാൻ പഠിക്കണോ, ഇവരെ പോലുള്ളവരെയൊക്കെ മാനിക്കാൻ പഠിക്കണോ, ഇവരെ പോലുള്ളവരെയൊക്കെ ബഹുമാനിക്കാൻ പഠിക്കണോ. അങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ അനുഗ്രഹം നമ്മുടെ തലമുറകളിൽ ഉണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് 2 മണി തൊട്ട് ശംഖുമുഖത്ത് ഒരു പരസ്യയോഗങ്ങളും ശുശ്രൂഷകളും ഉണ്ട്. അതിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിരിക്കുകയാണ്. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ. പ്രിയ രാജീവ് പാസ്റ്റർ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ സ്റ്റാച്യുവിലെ ആരാധനകൾക്കൊക്കെ വന്ന് സഹകരിക്കുന്ന ഒരു ദൈവദാസനാണ്. ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. എൻ്റെ ശുശ്രൂഷയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ 21 ദിവസം. ഞാൻ ഒരുപാടെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ എടുത്തു. കഴിഞ്ഞ കുറേ 5-6 വർഷം കൊണ്ട് ശാരീരികമായ ചില ബലഹീനതകളുണ്ടാണ് ഉപവാസം എടുക്കാൻ പറ്റാത്ത. 2.5 ദിവസമാണ് ഞാൻ കഴിഞ്ഞ ഒരു 4 വർഷം കൊണ്ട് ഉപവാസം എടുത്തുകൊണ്ടിരുന്നത്. 2.5 ദിവസം കൂടിയ 2.5 അത് മാറ്റിയിട്ട് 2 ആക്കി. ഇവിടെ വയ്ക്കുന്ന 3 ദിവസത്തെ ഉപവാസം ഞാൻ പിന്നെ 2 ആക്കി. വെള്ളിയും ശനിയും. ശനിയാഴ്ച രാത്രി ഞാൻ ആഹാരം കഴിച്ചിട്ട് ഞായറാഴ്ചയാണ് ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റിരിക്കുന്നത്. കാരണം പറ്റാതെയായി, ശാരീരികമായി ബലഹീനാവസ്ഥയായി. പക്ഷേ എനിക്ക് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കുറേയേറെ വെല്ലുവിളികളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും അടിയൊഴുക്കുകളും അസ്വസ്ഥതകളും ഒക്കെ എനിക്ക് കഴിഞ്ഞ ചില മാസങ്ങളായി ഉണ്ടായി. ഞാൻ കഴിഞ്ഞ വർഷം ഈ സമയം ജനുവരി 2ാമത്തെ ആഴ്ച എൻ്റെ ഓർഡിനേഷൻ ശുശ്രൂഷയായിരുന്നു. ഈ സഭയിൽ വച്ചായിരുന്നു നടന്നത്. കഴിഞ്ഞ് ചില ആഴ്ചകൾ കഴിഞ്ഞു. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒത്തിരി ഇന്നുവരെ ഞാൻ അനുഭവിക്കാത്ത വേദനകളിലൂടെ, ഇന്നുവരെ ഞാൻ അനുഭവിക്കാത്ത പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നുപോയി. എനിക്ക് അതിൻ്റെ ഒരു കാര്യം മനസ്സിലായത് ഈ 21ത്തെ ഉപവാസമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലുള്ള പ്രവൃത്തി നോക്കിയപ്പോൾ 1 വർഷം മുൻപേ പിശാച് അത് കണ്ടിരുന്നു. 1 വർഷം മുമ്പേ പിശാച് അത് കണ്ടിരുന്നു എന്നതാണ്. ആ 1 വർഷം മുമ്പുള്ള വെല്ലുവിളികൾ, പ്രതികൂലങ്ങൾ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ ഒന്നും അല്ല, എല്ലാം പിശാചാണ്. ഹല്ലേലൂയ. ശുശ്രൂഷയിൽ തകർക്കാൻ നോക്കുന്നതും ആത്മീകത്തിൽ തകർക്കാൻ നോക്കുന്നതും പ്രാർത്ഥനയിൽ തകർക്കാൻ നോക്കുന്ന എല്ലാം പിശാചാണ്, ദൈവം അല്ല. അപ്പോൾ അത് അറിഞ്ഞോ അറിയാതെയൊക്കെ ചിലപ്പോൾ പലരും ഒക്കെ അതിൻ്റെ ആയുധങ്ങളായി മാറിപ്പോകും. അത് ഞാനും നാളെ ചിലപ്പോൾ ആയി പോകാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വെല്ലുവിളികളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ ഇപ്പോഴും വെല്ലുവിളികൾ ഉണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ആഗ്രഹിച്ച ഒരാഗ്രഹമാണ്, ഇങ്ങനെ ഒരു ആരാധനയല്ല, ദൈവസന്നിധിയിൽ ഒരു 21 days ഫാസ്റ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിച്ചൊക്കെ ഒന്നിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചാണ് ചിന്തിച്ച് 21 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കണം. എന്നാലും അത് ഒരു പൂർണ്ണതയാകത്തില്ലെന്ന് എനിക്കറിയാം. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടിരിക്കുന്നതാണ്. ശാരീരിക സ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ മനസ്സിൽ ഒന്ന് ചിന്തിച്ചു, പറ്റിയില്ലെങ്കിൽ രാത്രി കഴിച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കാം 21 ദിവസം. അങ്ങനെ ഞാൻ സഭയിൽ അത് പറയുവാനിടയായി. ഞങ്ങൾ 6-ാം തീയതി രാവിലെ ആ സ്ഥാനത്ത് എൻ്റെ ഇവിടെ ഇടുന്ന മേറ്റെടുത്തിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ പ്രാർത്ഥന ആരംഭിച്ചതാണ്. അപ്പോൾ 1-ാമത്തെ ദിവസം തന്നെ ആദ്യമായി പ്രാർത്ഥനയ്ക്ക് വന്ന ലേഖസൗകര്യം നോക്കിയപ്പോൾ പാസ്റ്ററും ഭാര്യയും അവിടെ ഇരിക്കുന്നു. 1-ാമത്തെ ദിവസം അവർ പ്രാർത്ഥനയ്ക്ക് വന്നു, അവരെയും കൂട്ടി ഇരുത്തി പ്രാർത്ഥിച്ചു. പിന്നെ ക്ഷീണസൗകര്യമൊക്കെ വന്നു. അപ്പോൾ അന്ന് മുതൽ പ്രാർത്ഥിച്ച ഞാൻ 4-5 ദിവസം അവിടെ തന്നെ ഇരുന്നു, ഇങ്ങോട്ടൊന്നും ഇരുന്നില്ല. അപ്പോൾ ആണുങ്ങളൊക്കെ വരാൻ തുടങ്ങി. ആരെയും നിർബന്ധിച്ചില്ല. ഓരോരുത്തരും ഓരോ കുടുംബങ്ങളായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ ആ സീറ്റിനെ അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടാക്കി ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ വരുന്നവരൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം ശരിക്കും പറഞ്ഞ് ഞാൻ കറങ്ങിപ്പോയി. 3-ാമത്തെ ദിവസം എൻ്റെ ഉപവാസം മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ശാരീരികമായി ബലഹീനപ്പെട്ടപ്പോൾ അന്നത്തെ ദിവസം കഴിച്ച് 4-ാമത്തെ ദിവസം ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് 5 മണിത്തെ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് കിടന്ന് ഒരു 8:30 എഴുന്നേറ്റ് അടുക്കളയിൽ അവിടെ ഒരു കസാര ഇട്ട് അവിടെ പോയി ഇരുന്ന് എൻ്റെ ഇരിപ്പൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി ഇത് മുന്നോട്ട് പോകത്തില്ല, വണ്ടി മുന്നോട്ട് പോകാൻ ചാൻസ് ഇല്ല.
അപ്പോൾ എൻ്റെ ഭാര്യ ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ കഴിക്ക്, അതിന് പകരം ഞാനിരിക്കാം. അമേ കഴിക്കാൻ പറഞ്ഞു. ആരെങ്കിലും ഒരാൾ ഇരുന്നാൽ മതിയല്ലോ. അപ്പോൾ അതുവരെ എൻ്റെ കൂടെ അവൾ പൂർണ്ണമായിട്ട് പൂസിച്ചിരിക്കുക. എന്നോട് പറഞ്ഞു, നിങ്ങൾ തീരെ ബുദ്ധിമുട്ടാണെങ്കിൽ കഴിക്ക്, തുടർന്ന ദിവസം ഞാനിരിക്കാം. അവൾക്കും ഉറപ്പില്ല. ആമേൻ, സ്തോത്രം. എന്നാൽ ആ ധൈര്യത്തിൻ്റെ വാക്ക് പറഞ്ഞപ്പോൾ എനിക്കൊരു എനർജി പോലെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് പള്ളിയിൽ കയറി ഇവിടെ കസാരയിൽ വന്നിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. അതെനിക്കൊരു വലിയ എനർജിയായി. ആമേൻ, സ്തോത്രം. ആ ക്ഷീണം അങ്ങ് മാറി. സത്യം പറഞ്ഞാൽ ആ ക്ഷീണം അങ്ങ് മാറി. അന്നത്തെ ദിവസം പ്രാർത്ഥിച്ചു. പിന്നെ 2-3 ദിവസം അങ്ങ് പോയി. 7ാമത്തെ ദിവസം ഞായറാഴ്ച ഇവിടുത്തെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് സ്റ്റാച്ചുവിൽ ആരാധനയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് കിടക്കും പോലെ. അത്ര ആളൊന്നുമില്ല, 5-6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്കറിയാം, എനിക്ക് കാല് മടക്കിയിടാനൊന്നും പറ്റാതെ വായിന്ന് വാക്കുകൾ വരുന്നില്ല, ക്ഷീണിച്ചു പോയി. ഞാൻ ചിന്തിച്ചത് ഇത്രേ ഉള്ളൂ. 7:15 പ്രാർത്ഥിച്ചു തുടങ്ങി. 7:30 വരെ ഞാൻ പ്രാർത്ഥിച്ച് തള്ളി നാക്കൊക്കെ കുഴഞ്ഞു. പ്രാർത്ഥന വരുന്നില്ല. ഇവിടെ വന്നിരുന്നവർക്കൊക്കെ അറിയാം. ഞാൻ ചിന്തിച്ചു, കർത്താവേ, ആ ക്ലോക്ക് ഒന്ന് പെട്ടെന്ന് 8-ലായെങ്കിൽ, ചിന്തിച്ചൊരു കാര്യം, ആ ക്ലോക്ക്, ആ സൂചി ഒന്ന് പെട്ടെന്നൊന്ന് 8-ലായെങ്കിൽ പ്രാർത്ഥന നിർത്തിയിട്ട് പോയി ഒന്ന് കിടക്കാം. ഒരു തരത്തിൽ അത് നീങ്ങുന്നില്ല. ഞാൻ ആ നോക്കി സ്തോത്രം പറയുന്നു, ഹല്ലേലൂയ പറയുന്നു, പ്രാർത്ഥിക്കുന്നു, നീങ്ങുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് 8-ആയെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു വിട്ടിട്ട് 5-6 പേരുണ്ടായിരുന്നു. 5-6 കുറച്ച് പേരുണ്ടായിരുന്നു. പോയിന്ന് കിടക്കാം. ദൈവം ആമേൻ ചെയ്ത ഒരു അത്ഭുതം ഞാൻ പറയാൻ പോവാ. ഞാൻ ആ ക്ലോക്കിലെ ഓരോ സൂചി നീങ്ങുന്നത് നോക്കി ഇവിടെ ചാരിയിരുന്ന് കാലുമടക്കാൻ പറ്റുന്നില്ല. വായിൽ നിന്ന് വാക്കുകൾ വരാതിരിക്കുമ്പോൾ ഒരു പാട്ടിൻ്റെ ചരണം ഞാൻ പാടി. അന്തരീക്ഷത്തെ ദൈവാത്മാവങ്ങ് മാറ്റി. ഹല്ലേലൂയ. അന്ന് വന്നവർക്കറിയാം. ആമേൻ, സ്തോത്രം. കൈയടിക്കാൻ എനിക്ക് വയ്യ, നാവെടുത്തൊരു സ്തോത്രം പറയാൻ എനിക്ക് ദയമേം ബലമില്ല. ഈ സ്ഥാനത്ത് ഞാൻ അവിടെ കുഴഞ്ഞ് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് കൂടിയവർക്കറിയാം, അന്തരീക്ഷം ദൈവാത്മാവങ്ങ് മാറ്റി. ആ പാട്ടൊരാരാധനയായി മാറി. 7:30 തുടങ്ങിയ ആരാധന 8:30 വരെ നോൺ സ്റ്റോപ്പായിട്ട്, ഇടയിൽ നിർത്തിയില്ല, ആരുടെയും കൈ കുഴഞ്ഞില്ല. 8:30 വരെ ആ ആരാധന ഇവിടെ നീണ്ടു. ആ ആരാധന കഴിഞ്ഞപ്പോ കൃപയാ ഒരു ഭയങ്കര ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ ആ ശക്തിയാണ് ഇന്ന് നിൽക്കുന്നത്. ആ ആരാധന ഇതുവരെ നിന്നിട്ടില്ല. പിറ്റന്ന് തൊട്ട് എന്നും രാത്രി ആരാധനയാണ്. പ്രാർത്ഥിച്ച് തുടങ്ങും, ശാന്തമായി. എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ശാന്തമായി ഒന്ന് പാടും, ധ്യാനിച്ച് പാടാന്ന് പറഞ്ഞ് പാടും. ആ ധ്യാനം അങ്ങ് ആരാധനയാകും. ആ ധ്യാനപ്പാട്ട് ഒന്ന് ധ്യാനിക്കാം, സമർപ്പിക്കാം എന്ന് പറഞ്ഞ് ധ്യാനിച്ച് പാടുന്ന പാട്ട് 1 മണിക്കൂറിൽ കൂടുതൽ ആരാധനയായി മാറും. ആ 7ാമത്തെ ദിവസം രാത്രിയാണ് എൻ്റെ 2 കുഞ്ഞുങ്ങളും അഭിഷേകം പ്രാപിച്ചത്. എൻ്റെ മോളും എൻ്റെ മോനും. 7ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് ശക്തമായി ഇവിടെ ഇറങ്ങി. ആ ആരാധന വെളിപ്പെട്ടപ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങളും അന്ന് രാത്രി അഭിഷേകം പ്രാപിച്ചു. അന്ന് രാത്രി എൻ്റെ മക്കൾ ഉറങ്ങിയപ്പോൾ 2:30 പ്രൈസ് ദി ലോർഡ്. ദൈവം അവരുടെ മേൽ ഇറങ്ങിയ ആ സന്തോഷത്തിന് ഉറങ്ങുന്നില്ല. അവർ പറയുക, അവരുടെ മേൽ ഇറങ്ങിയ അഭിഷേകം, ആ സന്തോഷം. പിറ്റന്നോട്ട് എൻ്റെ മോൻ പറയുന്നു, ഞാൻ ഇനി സ്കൂളിലേ പോണില്ല, സ്കൂളിൽ പോയാൽ ഇനി പറ്റത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അത്രയ്ക്ക് ദൈവ സാന്നിധ്യം അവരുടെ മേൽ ആമേൻ പകർന്നു. ആമേൻ, സ്തോത്ര. അവർ 2 പേരും അഭിഷേകം പ്രാപിച്ചു. പിറ്റേ ദിവസത്തെ ആരാധനയിൽ നമ്മുടെ ആൻസി മോള് അഭിഷേകം പ്രാപിച്ചു. അതിൻ്റെ അടുത്ത ദിവസത്തെ ആരാധനകളിൽ ആമേൻ ഓരോരുത്തർ, നമ്മുടെ അലൻ അഭിഷേകം പ്രാപിച്ചു. ആമേൻ. അങ്ങനെ ഓരോരുത്തരെ ആയിട്ട് ദൈവം അഭിഷേകത്തിൽ നിറച്ച്. കഴിഞ്ഞ ദിവസം ചിലരുടെ തീ പോലെ എൻ്റെ ശരീരത്തിൽ ഇറങ്ങി. ആമേൻ, ആ സാന്നിധ്യം ഉണ്ട്. പക്ഷേ അന്യഭാഷ എനിക്ക് വരുന്നില്ല പാസ്റ്റേ. ആമേൻ, ആരാധന
കഴിഞ്ഞിട്ട് എന്നോട് വന്ന് പറയുക, ആമേൻ സ്തോത്രം, തീ പോലൊരു സാന്നിധ്യം എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആമേൻ സ്തോത്രം. എനിക്ക് അന്യഭാഷ കിട്ടില്ല. ഞാൻ പറഞ്ഞു, നിൻ്റെ മേൽ ദൈവ സാന്നിധ്യം ഉണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. അടുത്ത നിമിഷങ്ങൾ ഏൽപ്പിച്ചു കൊണ്ട് അന്യഭാഷകളിൽ ആമേൻ ഹല്ലേലൂയ. അഭിഷേകം ശരിക്കും അറിഞ്ഞാൽ അവർ മറ്റുള്ളവരെ ഉപദേശിക്കും. ഈ പൊന്നു മോള്, ആൻസി മോള്, അവളെ പപ്പയോട് പറയാ, നിങ്ങൾ എത്രയും പെട്ടെന്ന് അഭിഷേകം പ്രാപിക്കണമെന്ന്. ഈ പൊന്നു മോള് ഇന്നലെ പറഞ്ഞ അങ്ങനെ ബാക്കിലൊന്നും പോയി ഇരുന്നാൽ കിട്ടൂല, ഫ്രണ്ടിലോട്ട് വന്നിരുന്ന് നല്ല കൈയടിച്ച് പപ്പ എത്രയും വേണം അഭിഷേകം പ്രാപിക്കണമെന്ന് മാതാപിതാക്കളെ ഉപദേശിക്കാൻ. ഹല്ലേലൂയ. കണ്ടോ, ആ കുഞ്ഞിൻ്റെ മേലെ പകർന്നേ. ഇന്ന് പകല് സ്നാനപ്പെട്ട എല്ലാവരും ഓർത്ത്, സ്നാനപ്പെട്ട എല്ലാവരും പ്രത്യേകതയുള്ളവരാണ്. പക്ഷേ ഇദ്ദേഹം ആണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ആമേൻ ഹല്ലേലൂയ. 11 വർഷം കൊണ്ട് ഇദ്ദേഹത്തെ എനിക്കറിയാം. 11 വർഷം കൊണ്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ തുറന്നു പറയാൻ കുഴപ്പമില്ലല്ലോ, അതിന് എന്തായാലും കവലെ പറയേണ്ടത് ആണ്. ആമേൻ സ്തോത്രം. അപ്പോ 11 വർഷം കൊണ്ട് എനിക്കറിയാം. ഒരുപാട് പ്രാവശ്യം വീട്ടിൽ പോയി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും മദ്യക്കുപ്പി ഞാൻ വാങ്ങിച്ച് ആ പ്രസന്ന ആൻറ്റിയുടെ ആ പഴയ ആ വിറ്റ വീട്ടിൻ്റെ ഓടയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ലഹരി സാധനങ്ങൾ മടിയിൽ നിന്ന് എടുത്ത് ഞാൻ കളഞ്ഞിട്ടുണ്ട്. പ്രൈസലോ. ഒരുപാട് പ്രാവശ്യം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഒരിക്കൽ ആമേൻ വളരെ തകർന്ന് മരണത്തെ മുഖാമുഖമായി പുലേനാർ കോട്ട ആശുപത്രിയിൽ 10ാം വാർഡിൽ കിടക്കുക. പ്രസന്ന ആൻറ്റി വളരെ വേദനയോടെ എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് പുലേനാർ കോട്ട എവിടെയാണെന്നോ അത് ഏത് ആശുപത്രിയാണെന്നോ എനിക്കറിയത്തില്ല, ഏത് സ്ഥലത്താണ്. ഞാൻ അന്വേഷിച്ച് ചോദിച്ച് നേരെ പുലേനാർ കോട്ടയിൽ പോയി. ഇങ്ങനെ ഒരാള്, ഞാൻ പോണതൊന്നും അവരെ അറിയിച്ചില്ല. അവിടെ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല, 10ാം വാർഡാണ് എന്ന് പറഞ്ഞാൽ അങ്ങ് അവിടെ ആരെയും വിടത്തില്ല, 10ാം വാർഡിൽ ആരെയും വിടത്തില്ല എന്ന് പറഞ്ഞാൽ ആശുപത്രി കഴിഞ്ഞിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് കൊണ്ടിട്ടിരിക്കുകയാണ്. അത് ഒരു കാട്ടിൻ്റെ ഇട പോലെ അങ്ങ് കുറച്ചു ദൂരം അങ്ങ് പോകണം. ആശുപത്രിയുടെ അങ്ങ് അറ്റം, ആശുപത്രിയുമായിട്ട് വലിയ ബന്ധമില്ലാത്തടത്ത്. അവിടെ പോണവർ തിരിച്ച് വന്നിട്ടില്ല. അവിടെ ഏറ്റവും അറ്റ കൈയാണ്. അപ്പോൾ അവിടെ ആരെയും വിടത്തില്ല, അവിടെ പോകാൻ അലോഡില്ല. ഞാൻ 10ാം വാർഡിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ട് അവരോടൊന്നും ചോദിക്കാതെ വിട്ടൊരു പോക്ക് പോയി. എന്തായാലും കാണാമെന്ന് പറഞ്ഞ് അങ്ങ് പോയി. അവിടെ പോയപ്പോൾ ഒരു സെക്യൂരിറ്റി എന്നോട് പറഞ്ഞ് കയറാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയെന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് അനുവാദം തന്ന് ഞാൻ ആ വാർഡിലോട്ട് പോയപ്പോൾ ബ്ലഡ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് ഛർദ്ദിച്ച് കിടന്ന ഒരു അനുഭവമാണ്. ഞാൻ ആ വാർഡിൽ പോയിരുന്നു. ഓർമ്മേണ്ട വേണ്ടേ? ഹല്ലേലൂയ. ആ വാർഡിൽ പോയിരുന്ന് ആമേൻ സുവിശേഷം പറഞ്ഞു. ഒരു തീരുമാനം എടുത്തു, ഇനി ആയുസ് തരാൻ ഇല്ല. ഡോക്ടർമാരും എല്ലാവരും പറഞ്ഞു തീർന്നെന്ന്. പക്ഷെ ആയുസ് തന്നാൽ കർത്താവിന് വേണ്ടി ജീവിക്കാമെന്ന് എന്നോട് കയ്യെ പിടിച്ച് സമ്മതിച്ച് ഞാൻ പ്രാർത്ഥിച്ച് തമ്പുരാൻ വിടുവിച്ച്. ലാൻഡ് അവൻ മാസങ്ങൾ അവിടെ കിടക്കണമെന്നല്ലേ അന്ന് പറഞ്ഞേ. എന്തായാലും ഒരാഴ്ചക്കകം വീട്ടിൽ വന്നു. ആ വിടുതലിൻ്റെ ഒരു ഇതിൽ കുറച്ച് ദിവസമൊക്കെ വന്നു. വീണ്ടും എസ്കേപ്പായി തെറിച്ചുപോയി. പലവട്ടം പോയി, പക്ഷേ ഇല്ല. എന്നാൽ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കെല്ലാം അറിയാം, ഇദ്ദേഹം മരിച്ച വ്യക്തിയാണ്. മദ്യപാനം ഇല്ലാതെ ഒരു മിനിറ്റ് ഇദ്ദേഹത്തിന് നിൽക്കാൻ പറ്റത്തില്ല. മദ്യപിക്കാതെ ഒരു സെക്കൻഡ് ജീവിക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തിലായിരുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ ഡിക്സാങ്കിള്. സ്ഥലകാല ബോധമില്ലാതെ ജീവിച്ച ഒരു വ്യക്തി. ഇദ്ദേഹത്തെ ആർക്കും വേണ്ട, കുടുംബക്കാർക്ക് വേണ്ട, ബന്ധുക്കൾക്ക് വേണ്ട, ചാർച്ചക്കാർക്ക് വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട. ഇദ്ദേഹത്തെ കാണുമ്പോൾ എല്ലാ വാതിലുകളും വലിച്ചടയും. പക്ഷെ ഇന്ന് എല്ലാവരും വിളിക്കുന്നു, അല്ലേ? ഹല്ലേലൂയ. അവസ്ഥ മാറി.
മദ്യപിച്ച് മനോനില തെറ്റി സ്ഥലകാല ബോധമില്ലാതെ നടന്നപ്പോൾ വാതിലുകളെല്ലാം ഡിക്സാങ്കിളിന്റെ മുമ്പിൽ വലിച്ചടച്ചു. രക്തബന്ധങ്ങൾക്കോ കുടുംബ ബന്ധങ്ങൾക്കോ സഭക്കാർക്കോ ഈ പറയുന്ന എനിക്കോ വേണ്ടായിരുന്നു. അത് പറയാലോ, ഈ പറയുന്ന എനിക്കും വേണ്ടായിരുന്നു, ആർക്കും വേണ്ടായിരുന്നു. കാരണം ഞാനും പറഞ്ഞും പ്രാർത്ഥിച്ചും മടുത്ത് എല്ലാവരും കൈവിട്ട് മരണത്തെ മുഖാമുഖമായി കണ്ട് കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചെന്ന് പറഞ്ഞ വ്യക്തിയാണ്. പ്രവീണു ആനി എന്നെ വിളിച്ചു, പാസ്റ്ററെ പ്രവീണു വിളിച്ചു, പക്ഷേ ഡോക്ടർ പറഞ്ഞു നേരം വെളുക്കത്തില്ലെന്ന്, മരണപ്പെട്ടു പോകും, ബോധമില്ല, ICUവിലാണ്. എന്നിട്ട് എന്നോട് ചോദിച്ച ഒരു കാര്യം, ഇദ്ദേഹം അറിഞ്ഞോന്നൊന്നും എനിക്കറിയത്തില്ല, പാസ്റ്റർക്ക് ശുശ്രൂഷയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നോട് ചോദിച്ചതാ. പള്ളിമുറ്റത്ത് കൊണ്ടുവന്ന് ശുശ്രൂഷകളൊക്കെ പാസ്റ്റർക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയാമല്ലോ, പച്ചയ്ക്ക് കത്തിക്കാൻ നടക്കുകയാണ്, അറിയാമല്ലോ. ഞാൻ പറഞ്ഞു ഭാരപ്പെടണ്ട. ആമേൻ. ആനി എന്നോട് പാസ്റ്റർ ടെൻഷൻ അടിക്കണ്ട. ആമേൻ, സ്തോത്രം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനും പറഞ്ഞു പ്രാർത്ഥിക്കാം. മരിച്ചെന്ന് അവർ രണ്ടുപേരും വിധി എഴുതിയ സ്ഥാനമാണ് കേട്ടോ, രണ്ടുപേരും അല്ല ബന്ധുക്കൾ. ആൻറ്റിയും പറഞ്ഞു ആമേൻ, വല്ലാത്ത അവസ്ഥയിലായി. ഇദ്ദേഹം എവിടെ കിടക്കുന്നതെന്ന് ഇദ്ദേഹത്തിന് അറിയത്തില്ല. ഞാൻ അന്ന് രാത്രി ഭയങ്കര ടെൻഷനായി. കാരണം ഒരു സഭാ ശുശ്രൂഷകനായിരിക്കുമ്പോൾ പ്രസന്നാൻറ്റി എനിക്ക് ശ്രദ്ധിക്കണം, പ്രവീണിനെ കുടുംബത്തെ ശ്രദ്ധിക്കണം, ആമേൻ, എനിക്ക് പലതും ശ്രദ്ധിക്കണം. ഒന്ന് സ്നാനപ്പെട്ട വ്യക്തി ആയിരുന്നെങ്കിൽ ആരെയും പേടിക്കണ്ട. ആമേൻ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഒരവസരം കൂടി, ഒരു പ്രതീക്ഷയില്ല, ഒരു ചാൻസും ഇല്ല. ഞാൻ ദൈവസന്നിധി ഇരുന്ന് പറഞ്ഞു, കർത്താവ് ഒരവസരവും കൂടി ഡിക്സാങ്കിളിന് കൊടുക്കണം. അന്ന് രാത്രി ഉറങ്ങിയില്ല. പ്രഭാതത്തിൽ ഞാൻ പ്രവീണിനെ വിളിച്ചു, എന്താ ഒരു ചെറിയ മാറ്റേ ഉള്ളൂ, പ്രതീക്ഷയ്ക്ക് വകയില്ല. പ്രഭാതത്തല്ലേ, ഓർമ്മയില്ലേ? പ്രതീക്ഷയ്ക്ക് വകയില്ല. ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവ് ഒരവസരവും കൂടി എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കൃപയാൽ ഓരോ ദിവസം കഴിയുന്തോറും മാറി ആമേ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ആമേ വിടുന്നു. പക്ഷെ എങ്ങോട്ട് പോകുമെന്നറിയത്തില്ല, എവിടെ കൊണ്ടുപോകുമെന്നറിയത്തില്ല. പ്രവീണും ആനിയും ഒക്കെ വളരെ ടെൻഷനായി. അവിടെ വീടിൻ്റെ പണിയൊന്നും ആയിട്ടില്ല, വല്ലാത്ത കണ്ടീഷനിലായി. മരണത്തെ മുഖാമുഖമായി കണ്ട് വല്ലാതെ ആയിരുന്ന അവസ്ഥയില്ല. അങ്ങനെ ആമേൻ ആയിരിക്കുമ്പോൾ, വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ാണ് ആനിയുടെ പിതാവ് വളരെ സ്നേഹത്തോടെ ഇവിടെ കുട്ടപ്പ അങ്കിൾ പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അദ്ദേഹം കിടന്ന റൂം ഇദ്ദേഹത്തിന് വേണ്ടി മാറ്റിക്കൊടുത്തു. അദ്ദേഹം കിടന്ന കട്ടില് ഇദ്ദേഹത്തിന് വേണ്ടി ഒഴിഞ്ഞുകൊടുത്തു. സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി താഴെ ഒരു ചാപ്പി പോയി കിടന്നിട്ട് സ്വന്തം റൂമും കട്ടിലും ഇദ്ദേഹത്തിന് വേണ്ടി കൊടുത്തു. പ്രവീണിനോട് പറഞ്ഞു, പപ്പേനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഒരിതുമില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം അതൊരു വിട. ഞാൻ പോയി വീട്ടിൽ പോയപ്പോ വായും തുറന്ന് ഒരു അസ്ഥി കൂടെ, ഇതിനേക്കാളും ഗതികെട്ട അനുഭവത്തിൽ, ഇതിപ്പോ എന്തോ നല്ല പച്ചയായി. അന്ന് അസ്ഥിയില് തോല് പൊതിഞ്ഞ് കിടക്കുന്നു. നമ്മൾ പേടിച്ചു പോകും അല്ലേ? വായും തുറന്ന് ഞാനൊരു 10 പ്രാവശ്യം അങ്കിളെ എന്ന് വിളിച്ചിട്ട് അനപ്പില്ല. അപ്പോഴും പ്രതീക്ഷ ഇല്ലെന്നാണ് അതിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അങ്ങനെ കിടന്നു. പക്ഷേ ആ കുടുംബം, ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചു. പ്രിയാനിയുടെ മാതാവിനെ ഓർത്തും ആ പിതാവിനെ ഓർത്തും ഞാൻ ആ പിതാവിനോട് സംസാരിച്ചപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞ്, ചിലപ്പോൾ ഇതിലൂടെ രക്ഷപ്പെട്ടാൽ ഒരു ആത്മാവ് സ്വർഗത്തിൽ പോകുമല്ലോ പാസ്റ്റേ. ആമേൻ. ആ സഹോദരൻ വലിയ ആളൊന്നും അല്ല കേട്ടോ, വലിയ പേരും അധികമൊന്നുമില്ല. പക്ഷെ ഒരു ആത്മാവിൻ്റെ വില ഇവിടെ ആത്മാക്കളെ തകർത്തുകൊണ്ടിരിക്കുമ്പോ, ആത്മാക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ, ആമേ, ഒരു ആത്മാവിൻ്റെ വില. ഇദ്ദേഹത്തെ കയറ്റിക്കിടത്തിയാൽ അദ്ദേഹത്തിന് ഒന്നും കിട്ടാനില്ല. വല്ലതും ഉണ്ടോ?
ഞാൻ ചോദിച്ചപ്പോ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോ എന്നോട് പറഞ്ഞത്, ചിലപ്പോ ഇതിലൂടെ ഒന്ന് രക്ഷപ്പെട്ടാൽ, ഇതിലൂടെ സ്നാനപ്പെട്ട് സ്വർഗത്തിൽ പോയാ അതിൻ്റെ ഒരു പ്രതിഫലം എനിക്കും കിട്ടും. ഇദ്ദേഹം ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കാനുള്ളൊരു കാരണം നമ്മുടെ ആമേൻ കുട്ടപ്പാങ്കള് കുടുംബം, ഇവരോടും ഈ കുടുംബത്തോടും കാണിച്ച കാര്യം ചെറുതല്ല, അവർ കാണിച്ചത് ഏറ്റവും വലുതാണ്. ആമേൻ, ഹല്ലേലൂയ. പല കണ്ണുകളും പല കരങ്ങളും പലരും ആമേൻ കണ്ടില്ലെന്ന് നടിച്ചപ്പോ ഒരു ബന്ധവുമില്ലാത്ത ആ പ്രിയ കുടുംബം ഈ പ്രിയപ്പെട്ടവനോട് മാത്രമല്ല നമ്മുടെ പ്രമോദിനോടും. പ്രൈസ് ദി ലോർഡ്. പ്രമോദിന്റെ അവസ്ഥയെ ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരു ദൈവവുമില്ലാതെ നടന്നതാ. ഇപ്പൊ പാൻറ്റും ഇട്ട് ഷർട്ടും ഇട്ട് കുട്ടപ്പനായി നിൽക്കുക. ഈ രണ്ട് വ്യക്തികളോട് ആ കുടുംബം ഒത്തിരി കാണിച്ചു. മറ്റൊന്നും പ്രതീക്ഷിച്ചല്ല. രണ്ടാത്മാക്കൾ സ്വർഗത്തിൽ. ആ കുടുംബത്തെ ഓർത്ത് ആ കരങ്ങളെ ഒന്ന് അടിച്ച് ഇനി വാതിലുകളെല്ലാം തുറക്കും. ഇനി എല്ലാരും വിളിക്കും. ഇനി ഭക്ഷണം തരും. ഈ ബൈബിളും കൈ കൊണ്ട് നടന്നാൽ കേട്ടോ. ഇനി എല്ലാവരും, കാണാത്തവരും കാണും, വിളിക്കാത്തവരും വിളിക്കും. ആമേൻ. വീട്ടിൽ വരാൻ പറയും, ഇരിക്കാൻ പറയും. ആമേൻ. എല്ലാം നടക്കും. മരണം വരെ കർത്താവിന് വേണ്ടി ജീവിക്കണം. എനിക്കത് മതി. ഹല്ലേലൂയ. ഒരു ഗിഫ്റ്റ് എല്ലാവർക്കും വേണ്ടി കൊടുത്ത എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് സ്നാനപ്പെട്ട 7 പേരും ഇങ്ങോട്ട് വന്നേ. വ്യാപാര പ്രശ്നമാവണല്ല. എന്തായാലും ഞാൻ ഇന്ന് സ്നാനപ്പെട്ടവർക്ക് ഓരോ ബൈബിള് കൊടുക്കുകയാണ്. ഈ ബൈബിള് നിങ്ങൾ ഇന്ന് സ്നാനപ്പെട്ടില്ല. നമ്മുടെ ജോസഫ് പാസ്റ്റർ തന്നെ അത് ഒരു ജോസഫ് പാസ്റ്റർ കിട്ടിയത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ വന്നേ, ഇന്ന് സ്നാനപ്പെട്ട് ആദ്യം അങ്കിള് തന്നെ വരും. ഇത് മാറോട് അണയ്ക്കണം. വായിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും കൊണ്ട് നടക്കണം. ഇത് നിങ്ങളെ ഉയർത്തും കേട്ടോ. ഇത് നിങ്ങളെ അനുഗ്രഹിക്കും. ഓക്കെ. അടുത്ത് അല്ലു വന്നേ. വായിക്കണം. ഇതുപോലെ തന്നെ കൊണ്ട് വച്ചക്കല്ല്. എന്നോടുള്ള ആദര സൂചകമായി പാസ്റ്റർ തന്നെയാണ്. പൊട്ടിക്കാതെ പഴകാതെ വച്ചക്കല്ല് പൊട്ടിക്കണം, എന്നും വായിക്കണം. ഓക്കെ. ദൈവം നിന്നെ ഉയർത്തും. നോബിൾ ഇതുവരെ വായിച്ചില്ലെങ്കിലും ഇന്നു മുതൽ എന്നും വായിക്കും കേട്ടോ. ബൈബിൾ എന്നും വായിക്കും. എന്നും വായിക്കുന്ന ചെറുക്കനാണ്. വായിക്കണം. അടുത്ത അക്സ. ആദിത്യന് കൊടുക്കാം. 7 എണ്ണം ഉണ്ട്. നമ്മളെ ആദിത്യ മോൻ ചെറുപ്രായത്തെ കർത്താവിനെ അറിഞ്ഞു. പൊട്ടിക്കണം, എന്നും വായിക്കണം കേട്ടോ. കർത്താവിനെ ഉയർത്തും. അക്സ ഇതെൻ്റെ മോളാണ്. ഇവളൊന്നും ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത്. പ്രാർത്ഥിച്ച് ഇനി വായിക്കണം, പൊട്ടിക്കണം. അക്സ നമ്മുടെ പ്രിൻസിമോള് നിങ്ങൾ തന്നെ മോക്ക് കൊടുക്ക. ഇവരാരും 6 പേരും സ്നാനപ്പെട്ടതാണ്. 7 പേരാണ് എനിക്ക് ലിസ്റ്റ് തന്നെ. നമ്മുടെ അഭിഷേക് 4 പ്രാവശ്യം പെടണ്ട. അപ്പോൾ ഞാൻ മനസ്സിൽ കുറിച്ച് ഇത് പെടൂല. നമുക്കറിയാം. ഇപ്പം പെടൂല, അവൻ പെടും. അധികം താമസിക്കാതെ പെടും. അവൻ ആദ്യം പറഞ്ഞ് ഞാൻ പെടുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പം പറഞ്ഞ് ഞാൻ പെടുന്നില്ല. വേണ്ടുവാസത്തിൻ്റെ ഇടയിൽ വന്ന് പറഞ്ഞു എന്തായാലും പെടുന്നു. ഇവിടെ വന്നു ഒരു ക്ലാസ് കഴിഞ്ഞപ്പം പറഞ്ഞ് പെടുന്നില്ല. ഒറ്റ ക്ലാസ്സേ ഉണ്ടല്ലോ. ഇവിടെ 5-6 ക്ലാസ് കഴിഞ്ഞിട്ടും അവർ പെടണമെന്ന് തന്നെ പറഞ്ഞു. പക്ഷേ ആദ്യത്തെ ഒറ്റ ക്ലാസ് കഴിഞ്ഞപ്പം പറഞ്ഞു എന്തായാലും ഇപ്പം പെടാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ നിർബന്ധിച്ചില്ല. അതിനെ ഇപ്പം പിടിച്ച് പെടുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവൻ പഠിച്ച്, കുറച്ചുകൂടെ വചനം പഠിച്ച്, കുറച്ചുകൂടെ കാര്യം പഠിച്ച് പെടണം കേട്ടോ. പെട്ടാലേ രക്ഷയുള്ളൂ. എന്തായാലും നിനക്ക് വേണ്ടി ഒരു ബൈബിൾ ഞാൻ വാങ്ങിച്ചത് കൊണ്ട് ഞാനത് കൊണ്ടുപോകണില്ല. ഇനി വാ.
അല്ലേ? ഇവൻ്റെ പേരിലാണ് ബൈബിൾ വായിച്ചത്. അപ്പോൾ ഇത് പൊട്ടിക്കണം, ഇന്നോട്ട് വായിക്കണം, സ്നാനം എന്തെന്ന് പഠിക്കണം. അധിക താമസ വിന സ്നാനപ്പെട്ട് സ്വർഗത്തിൽ പോകണം. ഒരു നല്ല കയ്യടി കൊടുത്തേ. എനിക്കങ്ങനെ പിടിച്ച് എല്ലാത്തിൻ്റെയും മുക്കി പേരെടുക്കാനൊന്നും താല്പര്യമില്ല. ആമേ, ഒന്നായാലും സ്വർഗത്തിൽ പോകണം. ഹല്ലേലൂയ. എന്തായാലും ഈ പെട്ട ഇത്രയും പേര് നിത്യതയെ കാണുമെന്ന് എനിക്ക് നല്ല ഉറപ്പ്, അവരവസാനം വരെ നിൽക്കുമെന്നൊരു നല്ല ഉറപ്പ്. ആമേൻ, ആമേ, കൃപയാൽ എനിക്ക് ബോധ്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കരങ്ങളെ പിടിച്ച് കർത്താവിനൊരു മഹത്വം കൊടുത്തേ. ആമേൻ, ഹല്ലേലൂയ. ഈ സ്നാനപ്പെട്ട എല്ലാവരോടും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്ന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും, താങ്ങും, പൈസ തരും, പിന്നെ നല്ലതെന്ന് പറയും, ഓ ബ്യൂട്ടിഫുൾ, അത് ഇതൊക്കെ പറയും. പക്ഷെ അധികം താമസിക്കാതെ പറഞ്ഞവർ തന്നെ എതിരാകും. ഇന്ന് പൊക്കിയവരും, ഇന്ന് താങ്ങിയവരും, ഇന്ന് സഹായിച്ചവരും, ഇന്ന് സ്നേഹിച്ചവരും ഒക്കെ ചിലപ്പോൾ എതിരാകും. പക്ഷെ നിങ്ങളെ കൂടെ എതിരാകാതെ നിൽക്കുന്ന ഒരാളുണ്ട്, നിങ്ങളെ സ്നാനക്കടവിൽ ഏറ്റെടുത്ത യേശു കർത്താവ്. ആ വ്യക്തി, ആ ദൈവം നിങ്ങൾക്ക് ഒരിക്കലും എതിരാകത്തില്ല. കുടുംബം നിങ്ങൾക്കെതിരാകും. ആമേൻ. ബന്ധുക്കൾ നിങ്ങൾക്കെതിരാകും. സഭക്കാർ നിങ്ങൾക്കെതിരാകും. ഭാര്യ നിങ്ങൾക്കെതിരാകും. കൂടെ ആരാധിച്ചവരെതിരാകും. നിങ്ങളുടെ കൈപിടിച്ചിറങ്ങിയവരെതിരാകും. ആമേൻ. നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരെതിരാകും. നിന്നെ വാനോളം പുകഴ്ത്തിയവർ എതിരാകും. ആമേൻ. നിങ്ങളെ നല്ല വ്യക്തി എന്ന് പറഞ്ഞവരെതിരാകും. പക്ഷെ നിങ്ങൾക്കൊരിക്കലും എതിര് നിൽക്കാത്ത ഒരാളുണ്ട്. അത് സ്വർഗത്തിലെ ദൈവമാണ്. അത് സ്വർഗത്തിലെ കർത്താവാണ്. ആ കർത്താവിനെ നിങ്ങൾ അന്ത്യം വരെ ഓക്കെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആ കരങ്ങളെ തട്ടി ഒന്നുകൂടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് ഒരല്പസമയം നമ്മുടെ ജോസഫ് പാസ് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് മകനീയമായ ശുശ്രൂഷയിലേക്കൊക്കെ പ്രവേശിക്കാം. കുറച്ചു നേരം ദൈവവചന ശുശ്രൂഷയ്ക്കായി പ്രിയ ദൈവദാസനെ സ്വാഗതം ചെയ്യുന്നു. തമിഴാണ്, കൊടുന്തമിഴല്ലല്ലോ. ഓക്കെ. கர்த்தருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. தெய்வ சபைக்கு முன்பதாக நான் பேசுறது எல்லாருக்கும் விளங்கும்னு நினைக்கிறேன். நான் பேசுறது புரியுதா? கர்த்தருக்கு ஸ்தோத்திரம். எனக்கு மலையாளம் வரும், என்னாலும் தமிழில் பேசுறத விரும்புகிறேன். கர்த்தருடைய நாமம் மகிமைப்படுவதாக. உங்கள் எல்லாருக்கும் முன்பதாக தேவன் இந்த இடத்துல என்னை கொண்டு வந்து நிறுத்தி இருக்கிறார். அவர் மகத்துவமானவர், அவர் பெரியவர். அவரே சிறியவனை புழுதிலிருந்து எடுத்து எளியவனை குப்பையிலிருந்து உயர்த்துகிறவர். அவர்களை பிரபுக்களுக்கு மத்தியில் உயர்த்துகிற தேவன். ஆமென், அல்லேலூயா. தேவனுடைய பரிசுத்த நாமம் மகிமைப்படுவதாக. என்னுடைய மகள் ஞானஸ்நானம் எடுக்க வேண்டும் என்று சொல்லி என்னிடத்துல சொன்ன பொழுது, அப்பா நான் ஞானஸ்நானத்துக்கு ஒப்பு கொடுத்துருக்கிறேன், என்னாலும் ஏன் விருப்பம் இல்லை, நீங்க சொல்லுங்க அப்படின்னா. எனக்கு தமிழ்நாட்டில் கொடுக்கணும் விருப்பம் இருந்துச்சு. 2 நாள் கழிச்சு வந்துச்சுன்னா நான் அபிஷேகம் பிராபிச்சிருக்கிறேன்ப்பா அப்படின்னா எனக்கு பயங்கர சந்தோஷம் உண்டாயிற்று. அபிஷேகம் பெற்ற பின்பு ஒரிக்கலும் ஸ்நானப்படுத்துறதுக்கு தாமசிக்க கூடாது, உடன் തന്നെ പടണം. അപ്പൊ என்னுடைய എല്ലാ ആഗ്രഹങ്ങളെയും മാറ്റി വെച്ചിട്ട് അപ്പോൾ തന്നെ പാസ്റ്റർ എടുത്ത് ഫോൺ വിളിച്ച് പറഞ്ഞ്, എൻ്റെ ഭാര്യ എടുത്ത് ഫോൺ വിളിച്ച് പറഞ്ഞ് പെണ്ണിനെ ഉടനെ സ്നാനപ്പെടുത്തണം. ആ പെണ്ണ് പിന്നെ പറഞ്ഞ്, അപ്പാ ഇല്ല അപ്പ എനിക്ക് നിങ്ങൾ എന്നെ സ്നാനപ്പെടുത്തണം. ഇല്ല മക്കളെ, അഭിഷേകം പ്രാപിച്ച ശേഷം ഇനി ഒരിക്കലും താമസം കൂടാ. ഹല്ലേലൂയ. അതിന് ഞാൻ തടസ്സമായി ഇരുന്നൂടാ, ഇതന്നെ ചെയ്യണം. അപ്പൊ പപ്പ നിങ്ങൾ വരുവോന്ന് പറഞ്ഞ്. ഞനക്കാണ് അവിടെ ശുശ്രൂഷയാണ്, പള്ളി കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ദൈവമേ എങ്ങനെയെങ്കിലും നിങ്ങൾ എന്നെ കൊണ്ടുപോയെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവാം, ഒരു തടസ്സം ഇല്ലാതെ എന്നെ കൊണ്ടുപോകണമെന്ന് കണ്ണീരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന് ദൈവം ഇങ്ങോട്ട് വരാൻ ഇടയാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ വന്ന് സന്തോഷമായി കണ്ട്
தெய்வம் இன்னைக்கு பரலோகத்தை திறந்திருக்கிறார். நல்ல மகத்துவமான ஒரு ஆராதனை உண்டாயிருக்கிறது. கர்த்தருடைய நாம மகிமைப்படுவதாக. உண்மையாகவே பாஸ்டர் சொன்னாங்க, நீங்க கர்த்தருடைய வார்த்தையை பேசணும்னு சொல்லி. உங்க எல்லாருக்கும் முன்பதாக தேவனுடைய வார்த்தையை பேசுவதற்கு கர்த்தர் கொண்டு வந்திருக்கு. ஸ்தோத்திரம். இந்த மகத்துவமான ஊழியத்தை செய்வதற்கு டெனிஸ் மாஸ்டர் ரொம்ப பிரயாசப்பட்டிருக்கிறாங்க. ரொம்ப அன்போடு கூட, ரொம்ப பிரயாசத்தோடு கூட. அவருடைய சரீரம் பலகீனப்பட்ட பொழுதும் என்னுடைய மனைவன் சொன்னாங்க, பாஸ்டர் ரொம்ப பலகீனமா இருக்கிறாங்க, உபவாசம் எடுக்க முடியாத கஷ்டத்துல இருக்கிறாங்கன்னு. நான் ஜெபம் பண்ணேன், தொடங்கின தெய்வம் முடிக்கின வரைக்கும் உம்முடைய கிருபையை வைத்தே ஆக வேண்டும். தொடங்கின தெய்வனுடைய கிருபை முடிகிற வரைக்கும் அவர் மேல் இருக்க வேண்டும். യാതൊരു കുറയും വരக்கூடாது என்று ജപിத்தேன். ഞാൻ കണ്ടപ്പോ ഇപ്പൊ പാസ്റ്ററിന് 10 വയസ്സ് കുറഞ്ഞു. ഞാൻ അപ്പ കണ്ടത കാലം ഇപ്പൊ 10 വയസ്സ് കുറഞ്ഞു. കാരണം വെച്ചാൽ ഉപവാസിക്കുന്നത് കൊണ്ടാണ്. ഞാനും മുൻപ് ഉപവാസിക്ക തുടങ്ങിയ പച്ച വെള്ളം പോലും കുടിക്കൂല. അത്രയ്ക്കും എൻ്റെ പള്ളിയിലുള്ള വിശ്വാസികൾ എല്ലാവർക്കും അറിയാം, പാസ്റ്റർ ഉപവാസം എടുത്തു കഴിഞ്ഞാൽ ആര് എത്ര പറഞ്ഞാലും ആസ്പത്രിയിൽ കൊണ്ടുപോയി ഗ്ലൂക്കോസ് കയറ്റിയാലും ഉപവാസം നിർത്തുകയില്ല. എന്ന് വെച്ചാൽ ദൈവത്തിന്മേൽ അത്ര ഒരു ഭക്തി. അതുകൊണ്ട് അവിധമായി ചെയ്തത് കൊണ്ട് സന്തോഷം. உங்க எல்லாருக்கும் முன்னாடி நிற்பதனால சந்தோஷப்படுகிறேன். நம்ம எல்லாரும் ஒரு நிமிஷம் கண்களை மூடி ஜெபம் பண்ணுவோம். தேவன் நம்மோட பேசும்படிக்காக, கர்த்தர் நம்மோட பேசும்படிக்காக, தேவனுடைய வார்த்தை நம்முடைய மத்தியில் வெளிப்படுவதற்காக நம்மை முற்றிலுமாய் தேவக்கரங்களில் ஒப்பு கொடுப்போம். எல்லாரும் ஒரு விஷய கண்களை மூடி நம்முடைய இருதயத்தை தாழ்த்தி, நம்முடைய சிந்தனைகளை தாழ்த்தி, தேவன் நம்மோடு கூட பேசும்படிக்காக எல்லார் கண்களை மூடி. சுத்த இருதயம் உள்ளவர்களுக்கு அவர் நல்லவராயிருக்கிறார். பரிசுத்தமுள்ள தேவனை நாம் எல்லாரும் மகத்துவப்படுத்தும். எல்லாரும் கர்த்தர் கண்களை மூடி ஹalleluya hallelujah hallelujah. Thank you Jesus, thank you Jesus, thank you Jesus, thank you Jesus. Hallelujah 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 hallelujah. ആമേൻ. നന്ദിയോടുകൂടെ സ്തോത്രിக்கிறோம். കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാന്ന ദൈവത്തിൻ ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാന്ന ദൈവത്തിൻ ആരാധന ആരാധന ആരാധന
കാരാഗ്രഹത്തിൽ വീര്യ പ്രവൃത്തി ചെയ്ത യോസേപ്പിന്റെ ദൈവത്തിൻ ആരാധന. കാരാഗ്രഹത്തിൽ വീര്യ പ്രവൃത്തി ചെയ്ത യാക്കോബിന്റെ ദൈവത്തിൻ ആരാധന. ആരാധന ആരാധന യാ എന്ന ദൈവത്തിൻ ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. സംഘത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന് ദാനിയേലിൻ ദൈവത്തിൻ ആരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന് ദാനിയേലിൻ ദൈവത്തിൻ ആരാധന. ആരാധന ആരാധന യാ എന്ന ദൈവത്തിൻ ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. യാക്കോബെന്ന കടവിൽ ഇറങ്ങി വന്ന് ദൈവത്തിൻ ആമേൻ. യാക്കോബ് ഇറങ്ങി വന്ന് ആമേൻ. ആരാധന ആരാധന ആമേൻ ആമേൻ. ഗ്ലോറി ഗ്ലോറി ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാ എന്ന ദൈവത്തിൻ ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാ എന്ന ദൈവത്തിൻ ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ലഭിച്ചോരെല്ലാം എല്ലാവരും சேர்ந்து ആമേ ആമേ. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാ എന്ന ദൈവത്തിൻ ആരാധന. ആരാധന ആമേൻ. ഗ്ലോറി ഗ്ലോറി സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാ എന്ന ദൈവത്തിൻ ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാ എന്ന ദൈവത്തിൻ ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആമേൻ. ഓരബബ ബൗഡര ഹബരവ ശ്രീഗല ബൗഡര ശങ്കര ദൂഗല ബൗഡ റിഗദ ലിബല റിബദലലബല. ആമേൻ 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 ആമേൻ. ഗ്ലോറി. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. சொர்க்கம் திறந்து நிற்கிறதற்காக ஆமென். தேவனுடைய மகிமை இறங்கி நிற்கிறதற்காக ஹalleluya ஹalleluya. தெய்வத்தினுடைய மகிமை 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 வல்லமை வியாபரித்து நிற்கிறதற்காக கிருபை வியாபரித்து நிற்கிறதற்காக உமக்கு நாங்கள் நன்றி சொல்லுகிறோம் ஆண்டவரே. இரக்கமும் கிருபையும் தயவும் பலமோ மகிமையும் கனமோ ஒருவருக்கே நாங்கள் செலுத்துகிறோம். பரலோகத்தின் தேவனானவர் இந்த பரிசுத்தமான ஆராதனை வெல்லுவது உம்முடைய பிரசன்னத்தினால் நிரப்புவீராக. உம்முடைய மகிமையினால் நிரப்புவீராக. நீர் ஒருவரே கனத்திற்குரியவர். நீர் ஒருவரே மகிமைக்குரியவர். நீர் ஒருவரே புகழ்ச்சிக்குரியவர். நீர் ஒருவரே எல்லாவற்றுக்கும் மேலானவர். சர்வ வல்லமையுள்ள தேவர். சர்வ வல்லமையுள்ள தேவர். உமது நாமத்தை நாங்கள் உயர்த்துகிறோம்.
நீர் எங்களோடு பேசும். உம்முடைய ஜனத்தை நீர் ஆற்றி தேற்றி உம்முடைய கிருபையின் நிழலிலே வைத்துக் கொள்ளுவீராக. இந்த ஆராதனை முழுவதும் தேவ கரங்களிலே தாழ்த்தி தருகிறோம். மீட்பர் இயேசுவின் நாமத்தில் ஜெபிக்கிறோம் பிதாவே. ஆமென், ஆமென். கர்த்தருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. உங்கள் யாவருக்கும் சிநேக வந்தனத்தை அறிவித்துக் கொள்ளுகிறேன். கர்த்தர் உங்களை ஆசீர்வதிப்பாராக. ஆமென், அல்லேலூயா. வாசிக்கலாம் 1 சாமுவேல் தீர்க்கதரிசனம், 1 சாமுவேலின் புஸ்தகம் 1 சாமுவேலின் புஸ்தகம் 2ஆம் அதிகாரம் முதல் 10 வசனங்களை ஒருவர் வாசிக்கலாம். 1 சாமுவேல் 2ஆம் அதிகாரம் முதல் 10 வசனங்களை வாசியுங்கள். ஆமென் என்று அவள் கர்த்தரை துதித்தாள். இங்கு அன்னாள் தேவனை புகழ்ந்து பாடுகிறதான ஒரு பாட்டு. எல்லாரும் அன்னாளுடைய சரித்திரத்தை அறிந்திருப்போம். அன்னாள் தேவனுக்கு முன்பதாக வந்து நின்று தன் மகனை தேவனுடைய ஆலயத்தில் வைத்துவிட்டு ஜனங்களுக்கு முன்பதாக சத்தமிட்டு தன் இருதயத்தின் ஆழத்திலிருந்து தேவனை குறித்து பாடினதான பாட்டை நீங்களும் நானும் வாசித்தோம். அல்லேலூயா. அன்னாளுடைய ஜீவிய சரித்திரம் அறியாமோ? எதற்காக அன்னாள் இந்த பாட்டை பாடினார்? ஆனால் ஏன் இந்த காரியத்தை தேவ சமூகத்தில் சொன்னால் என்று சொன்னால், அவளுக்கு ஒரு ஆண் குழந்தையை கர்த்தர் கொடுத்திருந்தார். அல்லேலூயா. நம்ம எல்லாருடைய ஜீவியத்திலும் ஜெபம் மிகவும் வலியுது. ஜெபிக்க வேண்டியபடிக்கு நம்ம எல்லாருக்கும் ஜெபம் அவசியமாயிருக்கிறது. ஆனால் அன்னாளுடைய ஜீவியத்தில் அவள் இருதயம் நொறுங்கி தன்னுடைய இருதயம் முழுவதையும் கடவுளுடைய சமூகத்திலே ஊற்றி கர்த்தாவின் சமூகத்தில் தன் இருதயத்தினுடைய கிளேசத்தை அத்தனையும் தகர்த்து விட்டு தேவ சமூகத்திலிருந்து எழுந்து போனார். ஆமென், ஆமென். ஏன், எதற்காக? அவளை எல்லாரும் பிள்ளை பெறாதவள் என்று சொல்லினதனால் என்று சொன்னால் இல்லை. இன்னைக்கு அநேக சமயத்துல நேர்ச்சையோட ஜெபம் பண்ணா தெய்வம் புத்திர பாக்கியம் தரும். அதற்கு உதாரணமாக நம்ம யாரை சொல்லுவோம்னா அன்னாளை சொல்லுவோம். அப்படிதானே? ஆனால் ஜீவ சரித்திரத்தை நோக்கி பார்த்தால் அன்னாளுடைய சரித்திரத்திலே அவள் பிள்ளை இல்லை என்பதற்காக மாத்திரம் அளவில்லை. அன்னாளுடைய தகப்பன் பெயர் என்ன? சாமுவேலுடைய தகப்பன் பெயர் என்ன? எல்கானா. எல்லாருக்கும் தெரியுமா? சாமுவேலுடைய தகப்பன் பெயர் என்னது? எல்கானா. இந்த எல்கானா எந்த வம்சத்தை சேர்ந்தவன்? இந்த எல்கானா எந்த கோத்திரத்தை சேர்ந்தவன்? வாசியுங்கள். 1 நாளாகமம் 1 ஆவர்த்தன புஸ்தகம் 6ஆம் அதிகாரத்தின் 30 முதல் 38 வரை. 1 நாளாகமம் 1 நாளாகமம்
ദിനവർത്താനം 1 ദിനവർത്താനം 6-ാം അധികാരത്തിന്റെ 30-38. വാസിங்க. അവൻ ആരുடைய മകൻ? അവൻ ആരുடைய മകൻ? எல்லாரும் பைபிள்ல இருக்குதா? எல்லாரோட பைபிள்ல இருக்குதா? இருக்கு. இந்த எல்கானா சாமுவேலுடைய தகப்பன். இந்த எல்கானா யாருடைய குமாரன் என்று சொன்னால் லேவியின் குமாரன் என்று சொல்லி நம்ம வருகிற வழியில நம்ம தொடர்ந்து பார்த்தோம்னா 38-ஆம் வசனத்துல சொல்லப்பட்டிருக்கிறது. இவன் சகோதரனை ஆசாப், இவன் வலது பக்கத்தில் நிற்பான். ஆசா பெரேகியாவின் குமாரன், இவன் சிமேயாவின் குமாரன் அப்படின்னு சொன்னா, இப்ப நான் சொன்னது உங்களுக்கு யாருக்காச்சும் விளங்கிச்சா? மனசிலாயா? ஒன்னும் மனசிலாயில்ல. நிறைய பேருக்கு நல்ல மனசுல ஆகிற காரியம் வச்சா சங்கீத புஸ்தகம் நல்ல மனசிலாகும். இவன் இவண்ட குமாரன், இவன் இவண்ட புத்திரன், இவன் இவண்ட புத்திரன் பண்ணா இது ஒண்ணு நமக்கு மனசுல என்ன செய்யல കേരള. അത് എന്തിനു നമ്മ പഠിക്കണം? ബൈബിൾ എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ അത് നമുക്ക് എന്തിന്? മറ്റൊരു ചരിത്ര സംഭവം നമുക്ക് എന്താണ്? അവരുടെ പേര് നമുക്ക് എങ്ങനെ അറിയണം? അങ്ങനെയാണ് നമുക്ക് ചിന്തന. ആണാ ദൈവം ഈ വിശുദ്ധ ബൈബിൾ ഒരു നാമം എഴുതി വയ്ക്കുമെങ്കിൽ അതിന് വലിയ ചരിത്രമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ബൈബിളിലെ ഒരു പേര് എഴുതിയിട്ടുണ്ടെങ്കിലും അതിന്റെ ബാക്ക് ഭയങ്കരമായ വലിയ ചരിത്രമുണ്ട്. ആമേൻ. വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന പുതിയ നിയമത്തിൽ ദാവീദിന്റെ കുമാരൻ യേശുക്രിസ്തുവിന്റെ വംശവരലാറെന്ന് പറഞ്ഞിട്ട് അതിലെ ഒരു 4-5 പെണ്ണിന്റെ പേർ മാത്രം എഴുതിയിട്ടുണ്ട്. എത്ര പെൺകളുടെ പേർ മാത്രം എഴുതിയിട്ടുണ്ട്? മറിയാൾ, ബത്വസേവ. നിങ്ങൾക്കറിയാമോ? വേറെ ആരാണ്? രാഹാബ്, രൂത്ത്. എല്ലാ ആൺകളുടെ പേരെ വരിസയ വരുന്ന ഇടത്ത് ഈ 4 പെൺകളുടെ പേര് മാത്രം എഴുതി വച്ചിട്ടുണ്ട്. ചില പാരമ്പര്യമായിട്ട് വர்ற കാര്യങ്ങളെ ഉടൈത്ത് ദൈവം அங்கே ஒரு சரித்திரத்தை உருவாக்கும். ஆமென். நீங்களும் நானும் நினைக்கிற பிரகாரமா அல்ல. தேவன் ஒரு காரியம் செய்வாரே ஆனால் அதற்கு நிச்சயமாய் ஒரு பெரிய மாற்றம், ஒரு பெரிய சம்பவம் அதற்கு பின்பதாக இருக்கிறது என்பதை முதலாவது நாம் அறிய வேண்டும். இந்த அன்னாள் தேவ சமூகத்திலே அழுதாள், ஜெபித்தாள் என்று சொல்லி நீங்களும் நானும் பார்க்கிறோம். அவள் எதற்காக ஜெபித்தாள்? ஏன் அழுதாள்? அவருடைய அழுகைக்கான காரணம் என்னவென்று சொன்னால், எல்கானா தேவ சன்னிதானத்தில் தேவனுக்கு வேலை செய்யும்படிக்கு அழைக்கப்பட்டதான ஆசாரிய குடும்பம். அல்லேலூயா, அல்லேலூயா. நீங்கள் நானும் சாதாரணமானவர்கள் அல்ல. ஒன்றை நன்றாய் சிந்தித்துக் கொள்ள வேண்டும். உங்களை என்னை அழைத்த தேவன் அவருக்கு முன்பாக நிற்கும்படிக்கு, அவருக்கு முன்பதாக விசுத்த ஜனமாய் நிற்கும்படிக்கு தெய்வம் உங்களை வேறுதிரிச்சிട്ടുണ്ട്. மனுஷன் அல்ல. தெய்வ சமூகத்தில் தேவ பிள்ளைகளே, இன்றைக்கு மனுஷர் உங்களை தள்ளி வைக்கலாம். ஆனால் அந்த 1 சாமுவேல் 1ஆம் அதிகாரத்தில் பார்க்கும் பொழுது எல்கானா ஆலயத்திற்குள்ளே போகவில்லை. நம்ம அந்த சரித்திரத்தை கொஞ்சம் வாசித்து பார்க்கும் பொழுது வருஷந்தோறும் அவன் ஆலயத்திற்கு வருவான். தன் மனைவியை ஆலயத்தில் விடுவான், அங்கே பலி செலுத்துவான்.
ஆனால் அவனோ ஆலயத்திற்குள் என்ன செய்ய மாட்டான்? என்ன செய்ய மாட்டான்? பிரவேசிக்க மாட்டான். ஏன்? எதனால இந்த குடும்பம் மாத்திரம் அவமானத்தையும் நிந்தையையும் நிபச்சொல்லையும் வேதனையும் ஏன் அடைந்தது என்று சொன்னால், ஒரு வருஷம் 2 வருஷம் அல்ல, 16 தலைமுறையாய் சாபத்திற்குள் ஆக்கப்பட்டிருந்தது. அல்லேலூயா. எத்தனை தலைமுறையா? எத்தனை தலைமுறையா? நான் சொல்றது பைபிள்ல இருந்து தான் சொல்றேன், வேற எங்க இருந்து சொல்லல. 16 தலைமுறையாய் இந்த லேவியின் குடும்பத்திலே ஆண்டவருக்கு ஊழியம் செய்யும்படிக்கு, தேவனுக்கு வேலை செய்யும்படிக்கு தெரிந்து கொள்ளப்பட்டவர்கள் இன்றைக்கு தேவனுடைய ஆலயத்தை விட்டு தூரமாக்கப்பட்டிருக்கிறார்கள். அன்னாள் தேவ சமூகத்தில் வந்து இவ்வளவு கம்பீரமாய், இவ்வளவு சந்தோஷமாய், இவ்வளவு மகிழ்ச்சியாய் அத்தனை ஜனங்களுக்கு மத்தியிலே அவள் தன்னுடைய வாயை திறந்து பேசுவதற்கு, தேவனை மகத்துவப்படுத்துவதற்கு கர்த்தருடைய வாழ்க்கையில் செய்திருந்ததான ஒரு பெரிய மகத்துவம் சாமுவேலை கொடுத்தது. ஆமென். ஏனென்று சொன்னால், நீங்கள் நான் வாசிக்கிறதான வேத புஸ்தகத்தில் இந்த குடும்பத்தாரை, இந்த கோத்திரத்தாரை தேவனுடைய சபைக்கு உட்படலாகாது என்று சொல்லி, தேவனுடைய சமூகத்திற்கும் தேவனுடைய வேலையை செய்வதற்கும் வேண்டாம் என்று சொல்லி ஒதுக்கி வைக்கப்பட்ட நிலைமையில், அவர்களை விலக்கி வைக்கப்பட்ட நிலைமையில் அன்னாருடைய இருதயத்தில் அது இருந்தது. ஆமென். நம்ம எல்லாருடைய இருதயத்திலும் எங்கேயாச்சும் ஒரு பகுதியில் சில பாரம், சில கஷ்டம், சில காயம், சில முறிவு இருக்கும். இன்னைக்கு ஆண்டவர் அந்த முறிவுகளை நிறைவாக்க போகிறார். அந்த குறைவுகளை தேவன் நிவர்த்தியாக்கி தர போகிறார். ஆமென். அல்லேலூயா. இந்த வசனத்தை நாம் பார்க்கும் பொழுது என்னாகமத்தின் புஸ்தகம் 16ஆம் அதிகாரம் 12வது வசனத்தை வாசியுங்கள். என்னாகமத்தின் புஸ்தகம் நம்பர்ஸ் 16:12. லேவியின் மகனாகிய கேகாத்தின் குமாரனாகிய இத்சாயினுடைய மகன் கோரேகு ரூபன் கோத்திரத்தில் யாரோடு மത്സരിച്ച് നല്ല ചിന്തിക്കണം. இது ஒரு சாபத்தின் பிரசங்கம் அல்ல. சிலர் நினைப்போம் தெய்வதாசத்துக்கு விரோதமாய் எழும்பினதினாலே அங்கு ஒரு கூட்டத்தை பூமி உயிரோடு விழுங்கிற்று, ஒரு பயங்கரமான தண்டனை உண்டாயிற்று, ஒரு பெரிய சாபம், ஒரு சம்பவம் நடந்துச்சு அப்படின்னு சொல்லி நாங்க வாசிக்கிறோம். இந்த சம்பவத்திற்கு காரணம் என்னவென்று சொன்னால், நீங்கள் நான் அறிந்திருக்கிறோம், இந்த எல்கானாவின் வம்சம் ஏன் தேவனுடைய ஆலயத்திற்குள் வர முடியாமல் வெளியேற்றப்பட்டது, ஏன் தேவனுக்கு ஊழியம் செய்ய முடியாதபடிக்கு புறம்பாக்கப்பட்டது என்று சொல்லி நாம் சிந்திக்கும் பொழுது, இந்த கோராகின் கூட்டம், அந்த கோராகின் கூட்டம் ஒரு 4 பேர், தாத்தான், அபிராம், ஆன், கோராகு, இந்த 4 பேரோடு கூட ஒரு 250 பேர் எழும்பி தேவனுடைய மனுஷனாகிய மோசேக்கு விரோதமாக பேசினார்கள். யாருக்கு விரோதமாக பேசினாங்க சொல்லுங்க. ஆமா, எப்பவுமே தேவ பிள்ளைகளுக்கு ஒரு நல்ல பழக்கம் உண்டு. என்ன நடந்தாலும், நான் ஒரு தேவனுடைய சபையை நடத்துற ஊழியக்காரனா இருக்கிறதுனால சொல்றேன், அல்லேலூயா, எங்க என்ன பிரச்சனை நடந்தாலும் அந்த பிரச்சனைக்கு மொத்த காரணம் யாரதான் சொல்லுவாங்க? யாரதான் சொல்லுவாங்க? சொல்லுங்க. தண்ணி இல்ல, ஜனங்களுக்கு வெள்ளம் இல்ல, இறைச்சி இல்ல, யாரோட முறுமுறுத்து?
இறைச்சி இல்லைன்னா வீட்டில் கிடக்கிற கோழி ஆடெல்லாம் அடிச்சு தின்னோம். அதை விட்டுட்டு மோசம் எங்களுக்கு என்ன தந்தில்லை. கொண்டு போன இடத்துல வெள்ளம் கைப்பா இருந்துச்சு. உடனே ஜனங்கள் எல்லாரும் யாருக்கு விரோதமா முறுமுறுத்தாங்க? இந்த உங்களை யாரையும் சொல்லல, நீங்களா ரொம்ப அப்படியே திருத்திட்டு முழிக்காதீங்க. அல்லேலூயா, நீங்களா ரொம்ப நல்லவங்க. அல்லேலூயா, அல்லேலூயா, சத்தமரல்லே சொல்லுங்க. எல்லாருடைய சுவாபமும் பழைய ஏற்பாட்டு தொடங்கி இப்பொழுது வரைக்கும் சபையில எந்த ஒரு பிரச்சனை நடந்தாலும் அதை நடத்துகிறவர் மேலதான் வைப்பாங்க. ஆமென். வேற யாரையும் காரணமாக்க மாட்டாங்க. இங்க இந்த ஜனங்களை வழிநடத்திட்டு வரும் பொழுது ஒரு 4 பேர் எழும்புகிறார்கள். அந்த 4 பேரோட ஒரு 250 பேர் சேர்ந்து மோசேக்கு விரோதமாக போய் மோசேயோடு பேசுகிறார்கள். பேசும் பொழுது தேவ கோபம் ஜனத்தின் மேல் வந்தது. அப்போ தாசனுக்கு விரோதமா பேசினா கோபம் வருமா வராதா? தெய்வதாசனுக்கு விரோதமா பேசினா தெய்வ கோபம் வருமா வராதா? சத்தமா வரும். ஆனாலும் ஜனங்கள் என்ன செய்யறாங்க? என்ன செய்யறாங்க? ரொம்ப அமைதியா இருக்கிறவங்க பார்த்தா நீங்க யாருமே பேசாத மாதிரி எனக்கு தெரியுது. அல்லேலூயா, சத்தமா அல்லே சொல்லுங்களேன். நான் சொல்றது புரியலையா அல்ல புரியுதா? புரியுது. சரி. அப்ப தேவனுடைய தாசனுக்கு விரோதமாய் பேசின பொழுது கர்த்தருடைய கோபம் வந்து இப்ப இந்த பூமி என்ன செய்யுதுன்னா 2ஆ பிரிஞ்சிட்டு. பேசின 250 பேர் என்ன செஞ்சிட்டாங்க? எங்க போயிட்டாங்க? எங்க போயிட்டாங்க? இப்ப இத பார்த்த உடனே சந்தோஷம் யாருக்கு வந்திருக்கணும்? யாருக்கு வந்திருக்கணும்? யாருக்கு வந்திருக்கணும்? மோசேக்கு வந்திருக்கணும். ஜனங்கள் எல்லாருக்குள்ள என்ன வந்திருக்கும்? இவர்கள் தேவனுடைய தாசனுக்கு விரோதமாய் பேசின குடும்பம். அதனால இவர்களை பூமி என்ன செய்துட்டு? பூமி என்ன செஞ்சிட்டு? அன்னாள் பேசின வார்த்தையினுடைய சாராம்சத்தை 10 வசனத்தில் நம்ம வாசிச்சோம். இவங்க பாதாளத்தில் இறங்கினார்கள். இவர்கள் பாதாளத்தில் தள்ளப்பட்டார்கள். இனி இவர்கள் அழிந்து போனவர்கள். இனி இவர்கள் உயிரோடு என்ன செய்ய முடியாது? என்ன செய்ய முடியாது? வர முடியாது. ஏனென்று சொன்னால் ஒரு காலத்திலே இவருடைய குடும்பம் தேவனுக்கு விரோதமாக, தேவ மனுஷனுக்கு விரோதமாக, தேவ சபைக்கு விரோதமாக எழும்பினதினாலே இந்த குடும்பம் எங்க வரக்கூடாது. இனிமே என்ன செய்யாச்சு? யாருடைய காலத்தில் சொன்னா இந்த தாத்தான், அபிராம், கோராகு, இந்த ஒவ்வொரு குடும்பத்தினருக்கு பின்னணியாக இருந்த அந்த வம்ச வழியிலே வந்து கிட்டத்தட்ட ஒரு 16 தலைமுறை. எத்தனை தலைமுறை? இப்ப நல்லா யோசித்து பாருங்க. ஒரு தலைமுறைக்கு 33 வயசு. ஒரு தலைமுறைக்கு எத்தனை வயசு? எத்தனை வயசு? 33 வருஷம் தான். எனக்கு தெரிய நீங்க நினைக்கலாம் ஒரு தலைமுறை 100 வருஷம், 120 வருஷம் சொல்லி. ஆனா ஒரு தலைமுறைங்கிறது 33 வயசு. இப்ப கிட்டத்தட்ட 16 தலைமுறையாக ஒருவர் குடும்பமாய் பேசும் பொழுது எல்லாரும் ஒரே இடத்தில் தான் இருக்கிறார்கள். எல்லாரும் கானானுக்கு அழைக்கப்பட்டு போகிறார்கள். மறுஜென்ம பூமியை கடந்து போய் கொண்டிருக்கிறார்கள். போகும் பொழுதெல்லாம் இந்த குடும்பமும் அவர்களோடு கூட தான் இருக்கிறார்கள். அல்லேலூயா. இந்த குடும்பத்தார் யாரோட தான் இருக்கிறாங்க? அவங்க கூட தான் இருக்கு. இந்த குடும்பத்தை பார்க்கும் போதெல்லாம் இவர்கள் தேவனுக்கு விரோதமானவர்கள், இவர்கள் தேவ சபைக்கு உட்படலாகாதவர்கள், இவர்கள் தேவ சமூகத்திற்கு எவ்வளவேனும் வரக்கூடாது என்று சொல்லி இதற்கு முன்பு கர்த்தருக்கு ஆராதனை செய்து, கர்த்தருக்கு சங்கீர்த்தனம் பாடி, கர்த்தருக்கு சிசுரூசை செய்து கொண்டிருந்தான இந்த குடும்பத்தார் இப்ப எங்க ஆரம்பிச்சிட்டாங்கன்னா சபையை விட்டும் ஜனத்தை விட்டும் புறம்பாக்கப்பட்டார்கள். அல்லேலூயா. இப்படி புறம்பாக்கப்பட்டு ஒவ்வொரு குடும்பமும் ஒவ்வொரு நாளும் வேதனையும் துன்பமும் கண்ணீரோடு கூட ஜனம் மொத்தமும் சேர்ந்து போகிறது. இந்த குடும்பத்துல தான் அன்னாள் வந்து ஏறுகிறாள். அல்லேலூயா, அல்லேலூயா. இப்போ எங்க ஊர்லனா எதையாவது ஒரு பிரச்சனை சொன்னா ஊரை விட்டு தள்ளி வச்சிருவாங்க, தண்ணி கொடுக்க மாட்டாங்க. அந்த ஜனத்தோட யாரும் என்ன செய்ய மாட்டாங்க, பேச மாட்டாங்க. குழாய்க்கு தண்ணி எடுக்க போனோம்னா இப்ப கிறிஸ்தவர்கள், இப்ப நாங்க எங்க ஊர்ல நாங்க மட்டும் தான் கிறிஸ்தவர்கள். எங்க ஊர்ல இப்ப எங்களை சுத்தி இருக்கிற யாரும் எங்கிட்ட பேச மாட்டாங்க.
அப்ப நமக்கு அதனுடைய நிர்பந்தமான வலி வேதனை தெரியும், அந்த கஷ்டம் தெரியும். நம்ம கண்ட யாருமே பேச மாட்டாங்க, பைப்ல தண்ணி வந்தா தண்ணி பிடிக்க விட மாட்டாங்க. அப்படி எல்லாரும் விட்டு ஒதுக்கி வைக்கப்பட்டதான ஒரு சூழ்நிலை. ஏன் அப்படின்னா அவங்க வரும்போது நம்ம விலகி போவாங்க. ஏன்னா இவங்க யாரு? சாபமானவர்கள். இந்த குடும்பம் யாரு? சாபமானவர்கள், சபிக்கப்பட்டவர்கள். சபிக்கப்பட்டவர்கள், தேவனுக்கு விரோதமா இருந்தவர்கள். ஆனால் எனக்கு அன்பான கர்த்தருடைய பிள்ளைகளே, இந்த சூழ்நிலையில தான் அன்னாள் தேவ சமூகத்திற்குள்ளே வருகிறாள். அன்னாள் அந்த வீட்டில் ஏறி எல்கானாவுக்கு மனைவியான பொழுது அவளோடு கூட இருந்த எல்லாரும் சொல்லுகிறார்கள், இது சபிக்கப்பட்ட குடும்பம், இது சபிக்கப்பட்ட கோத்திரம், இது சாபத்திற்கு ஆளான கோத்திரம், இந்த கோத்திரத்திலே ஒரு பொழுது நன்மை வருவதில்லை, இது பாதாளத்திற்கு ஒப்பு கொடுக்கப்பட்ட கோத்திரம், தேவனாலே தண்டிக்கப்பட்டவர்கள் என்று சொல்லி ஒரு பெயரோடு கூட இருந்த அந்த அன்னாள் ஒரு நாள் தீர்மானம் எடுத்தார். ஒரே ஒரு நாள் தீர்மானம் எடுத்தால் தேவ சமூகத்தில் போய் தன் இருதயத்தை ஊற்றினாள். தேவ சமூகத்தில் போய் தன் இருதயத்தை ஊற்றி அவள் தேவ சன்னிதானத்திலே அழுது, ஆண்டவரே, என் குடும்பத்திலே நாங்கள் நிற்க வேண்டிய ஸ்தானத்தில் நானும் என் பிள்ளைகளும் என் குடும்பமும் தலைமுறை தலைமுறையாய் தேவனுக்கு செய்ய வேண்டிய ஊழியத்தை செய்ய முடியாதபடிக்கு இன்றைக்கு தகர்ந்து கிடக்கிறோம், இடிந்து கிடக்கிறோம். எங்களை நீர் எடுத்து நிறுத்தும்படிக்கு நீர் ஒரு சாமுவேலை தருவீரையானால் எங்களை பார்க்கிற யாவரும் விலகி போகிறார்கள், எங்களை பார்க்கிற யாவரும் எங்களை புறக்கணிக்கிறார்கள், எங்களை பார்க்கிற யாவரும் அருவருக்கிறார்கள், எங்களை பார்க்கிற யாவரும் நிந்தையாய் நினைக்கிறார்கள். இவர்களுடைய கண்களுக்கு முன்பதாக மலடியாகி எனக்கு ஒரு குழந்தையை தருவீரையானால் அவன் உயிரோடு இருக்கும் நாளளவும் உமக்கு வேலை செய்யும்படி ஒப்பு கொடுப்பேன். அல்லேலூயா, அல்லேலூயா. அன்னாளுடைய சரித்திரத்தில் நீங்கள் நான் இதுவரைக்கும் பிரார்த்தனையின் பலனால் கிடைக்கக்கூடியதுதான் சாமுவேல் என்று சொல்லி நான் நினைத்துக் கொண்டிருக்கிறோம். அப்படிதான் வசனமும் சொல்லுகிறது. ஆனால் அவருடைய பின்னணியத்திலே, வேதத்தினுடைய பின்னணிய சரித்திரத்தில் சொல்லப்பட்டிருக்கிறது, அன்னாளுடைய குடும்பம் 16 தலைமுறையாய் தேவ சமூகத்திற்குள் வர முடியாதபடிக்கு சபிக்கப்பட்டவர்களும் ஒதுக்கப்பட்டவர்களும் புறக்கணிக்கப்பட்டவர்களுமாய் இருந்தார்கள். ஆனால் அன்னாள் ஜெபித்த பொழுது கர்த்தர் அவளுக்கு பதில் கொடுத்தார். ஆமென். நீங்களும் நானும் உண்மையாய் தேவ சமூகத்தில் ஜெபிப்போமே ஆனால், உண்மையாய் தேவ சமூகத்தில் இருதயத்தை தகர்த்து, உண்மையாய் தேவ சன்னிதானத்தில் தன்னை கண்ணீரை ஊற்றி தன் இருதயம் முழுவதும் நொறுங்கின நிலைமையில தேவனோடு கூட நீ நிற்பாயானால் தேவன் உன் தலைமுறைகளை ஆசீர்வதித்து, தேவன் தலைமுறையிலே ஒரு பெரிய ஆசீர்வாதத்தை கொடுத்து தலைமுறை தலைமுறையாய் இது கர்த்தருடைய சந்ததி என்று சொல்லும்படிக்காய், தலைமுறை தலைமுறையாய் இது தேவ ஜனம் என்று சொல்லும்படிக்கு கர்த்தர் உன் ஜனத்தை மாற்ற வல்லவராயிருக்கிறார். நடந்த சம்பவம், தேவனுடைய ஆலயத்திற்குள் வர முடியாத எல்கானா தேவனுடைய ஆலயத்திற்குள் வந்து தேவனுக்கு பணிவிடை செய்ய முடியாத, தேவனுடைய ஊழியத்தை செய்ய முடியாத, தேவனுடைய சங்கீர்த்தனங்களை பாட முடியாத அந்த குடும்பம் தேவ சமூகத்தில் தகர்ந்து அழுத பொழுது நியம பிரகாரம் நியாய பிரமாணத்தின்படி சபிக்கப்பட்டவர்கள் கிருபையின் பிரமாணத்தின்படி தேவ சமூகத்துக்குள் உட்பட வருகிறார்கள். நியாய பிரமாணத்தின்படி சபிக்கப்பட்டவர்கள் என்றும் ஜனத்திற்கு கண்களுக்கு முன்பதாக ஆகாதவர் என்று சொல்லப்பட்டதை கர்த்தர் தம்முடைய கையில் எடுக்கிறார். எனக்கு அன்பான கர்த்தருடைய பிள்ளைகளே, இன்றைக்கு உங்கள் இருதயத்தில் ஒன்றை சிந்தித்துக் கொள்ளுங்கள். ஆகாதென்று தள்ளின கல் தலைக்கு மூளைக்கல்லாகும், அது தேவனாலே ஆகும். யாரெல்லாம் யாரால் தள்ளப்படுகிறார்களோ, யாரெல்லாம் எந்த சூழ்நிலையிலே ஒதுக்கப்பட்ட நிலைமையில் இருக்கிறீர்களோ, ஒன்றை மாத்திரம் சிந்தித்துக் கொள்ளுங்கள். நீங்கள் ஒரு தீர்மானத்தோடு ஜெபம் பண்ணுவீர்களே ஆனால், நீங்கள் ஒரு தீர்மானத்தோடு கூட தேவ சமூகத்தில் நீங்கள் ஜெபிப்பீர்களே ஆனால் உங்கள் தலைமுறையை தேவன் தமக்கு முன்பதாக நிறுத்திக் கொள்ளுவார். ஆமென், ஆமென். நம்முடைய யெகோவாவை போல விசுத்தமாகிய தெய்வம் வேறு ஒருவரும் இல்லை. நம்முடைய யெகோவாவை போல பரிசுத்தமுள்ள தெய்வம் வேற ஒருவரும் இல்லை. அவருக்கு முன்பாக நிற்கும்படிக்கு தேவன் தம்முடைய ஜனத்தை தெரிந்து கொள்ளுகிறவராயிருக்கிறார். பாத்தீங்கன்னா அன்னாளுக்கு ஆண்டவர் ஆண் குழந்தையை கொடுத்தார். அந்த ஆண் குழந்தை பால் மறக்க பண்ணின பின்பு ஒரு 2 வயசு இருக்கும்.
இப்ப அண்ணாளுடைய பிள்ளைக்கு ஆசாரிய வஸ்திரம் தரிப்பிக்கப்படுகிறது. எத்தனை வயசுல? 2 வயசுல. நியம பிரகாரம் ஆசாரிய வஸ்திரம் தரிக்கணும் 30 வயசு வேணும். எத்தனை வயசு வேணும்? 30 வயசு. பைபிள்ல இருக்கு, வாசிங்களேன். அதே என்னாகமத்தின் புஸ்தகம் நம்பர்ஸ் 24 அதிகாரம் 2 வசனம். என்னாகமத்தின் புஸ்தகம் 4 அதிகாரம் 2 வசனம். 4:2 4:2. எத்தனை வயசுல இருந்து வேலை செய்ய போகணுமா? யெகோவாவுடைய கூடாரத்துல வேலை செய்ய எத்தனை வயசுக்கு போகணும்? இந்த நியமத்தை அண்ணால் உடைத்தார். இந்த நியமம் சாமுவேலால் உடைக்கப்பட்டது. எத்தனை வயசுல போறாரு? தேவனுடைய கூடாரத்துல வேலை செய்யறதுக்கு 2 வயசுல. ஆமென், ஆமென். நான் சொல்ற அர்த்தம் என்ன தெரியுமா? மாம்சமான யாவர் மேலும் தேவன் தம்முடைய ஆவியை ஊற்றுவார். உங்கள் பிள்ளைகள் தீர்க்க தரிசனம் சொல்லுவார்கள். அல்லேலூயா. உங்க பிள்ளைங்க ஒருவேளை இன்னைக்கு பார்க்கலாம், சின்ன பிள்ளைங்களா இருக்கலாம், ஆனா தெய்வம் அவர்களை கரங்கள் எடுத்து அவர்கள் மூலமாய் வெளிப்பாடுகளையும் தரிசனங்களையும் கொடுக்க வல்லவராயிருக்கிறார். ஒரு சாதாரணமான ஒரு காரியம் அல்ல. நியம பிரகாரம் 30 வயதிலிருந்து தேவனுடைய ஆலயத்தில் வேலை செய்வதற்கு 60 வயது வரைக்கும், அந்த 50 வயது வரைக்கும் போகலாம். ஆனால் இங்கு அண்ணால் அந்த நியாய பிரமாணத்தை, அந்த நியமத்தை மாற்றி இதுவரைக்கும் உட்பிரவேசிக்க முடியாதிருந்த அந்த கூடாரத்திற்குள்ள தன்னுடைய பிள்ளைக்கு ஆசாரிய வஸ்திரம் தரிப்பிக்கிறார். உண்மையில ஆசாரிய வஸ்திரங்கள் சாதாரணமான ஒரு விஷயம் கிடையாது. 30 வயசுக்கு மேல என்ன செய்ய முடியும்? ஆசாரிய வஸ்திரமே தரிப்பிக்க முடியும். ஒருவேளை அந்த அம்மா அந்த பிள்ளையை கொண்டு போய், என் பிள்ளைக்கு ஆசாரிய டிரஸ் போடணும், ஆசாரிய வஸ்திரம் தரிப்பிக்கணும்னு சொல்லும் பொழுது டெய்லர் கேட்டிருப்பான், உன் பிள்ளை ஏதாவது காம்படிஷன்ல கொண்டு போறியான்னு கேட்பான். ஸ்கூல்ல எதுவும் காம்படிஷனா, அதுக்கு தான் இந்த ட்ரெஸ் போட்டு கொண்டு போறியா அப்படின்னு சொல்லி கேட்டிருக்கலாம். ஆனா அவ சொல்லுகிறா, உண்மைதான், ஒரு பெரிய காம்படிஷன் நடக்க போகுது, ஒரு பெரிய காம்படிஷன் நடக்க போகுது, அங்க என் பிள்ளைய கொண்டு போக போகிறேன். ஆமென். அது என்ன காம்படிஷன் தெரியுமா? பஸ்கா ஆசரிக்கிற அன்றைக்கு சமஸ்த இஸ்ரவேலரும், சமஸ்த கோத்திரமும், சமஸ்த ராஜாக்களும், சகல பிரபுக்கன்மார்களும் எல்லாரும் ஏகமாய் கூடி வருவார்கள். அங்கே நான் என் குமாரனை கொண்டு போய் தேவனுக்கு யாக பீடத்தில் நின்று, தேவ சமூகத்தில் நின்று கர்த்தருக்கு ஆசாரிய ஊழியம் செய்யும்படிக்கு, அவனை கொண்டு பிரதிஷ்டை செய்யும்படிக்கு நான் அவனை கொண்டு போக போகிறேன். சகலருடைய கண்களும் பார்க்கத்தக்க வகையிலே, சாதாரணமாய் அல்ல. அவளுடைய இருதயத்திலிருந்து 2ஆம் அதிகாரத்தில் 10 வசனத்தில் அவள் பாடுகிறாள் பாட்டு. சாதாரணமாய் பாடவில்லை. நீங்கள் நானும் ஏதோ சாதாரணமாய் ஒவ்வொரு சரித்திரத்தையும் வாசித்து சாதாரணமாய் ஒவ்வொரு சம்பவத்தையும் கடந்து போகிறோம். ஆனால் அதிலே ஆவிக்குரிய அர்த்தங்கள், அதுல ஆன்மீக அர்த்தங்கள் நிறைய இருக்குது. அதுல ஒண்ணு அன்னாளுடைய ஜெபம். ஆமென். அன்னாளுடைய ஜெபம் அவ்வளவு ஆன்மீகமானதா இருக்கிறது, சாதாரணமான விஷயம் அல்ல. இப்ப அந்த பிள்ளைய கொண்டுகிட்டு பஸ்கா பண்டிகைக்கு வரும் பொழுது அந்த பிள்ளைக்கு என்ன ட்ரெஸ் போட்டிருக்கானா? ஆசாரிய வஸ்திரம். என்ன வஸ்திரம் தரிப்பிக்கப்பட்டிருக்கிறது? புரோகித வஸ்திரம். ஆமென். புரோகிதன்மாருக்கு தரிப்பிக்க வேண்டிய வஸ்திரத்தை இப்ப 2 வயசு பிள்ளை தரிப்பிச்சுட்டு உள்ள வருது. எதுக்கு அப்படின்னு சொன்னா, இனி எங்கள் குடும்பம் கர்த்தருக்கு முன்பதாக புரோகித ஊழியம் செய்யும்படிக்கு தேவனால் இதுவரைக்கும் புறக்கணிக்கப்பட்டிருந்தோம், இதுவரைக்கும் எங்கள் இருதயங்கள் குடும்பம் தூரமாக்கப்பட்டது, இன்று முதல் இந்த ஆசாரிய பட்டத்திற்கு நானும் என் குடும்பமும் வருவோம் என்று சொல்லி அன்றைக்கு தேவ சமூகத்தில் ஏறும்படிக்கு தேவன் கொண்டு வந்தார். சாதாரணமான விஷயம் அல்ல. எனக்கு அன்பான கர்த்தருடைய ஜனமே, எல்லாரும் பார்க்கறாங்க.
ராஜாக்கன்மார் பார்க்கிறாங்க, பிரபுக்கள்மார் பார்க்கிறார்கள், கோத்திர பிதாக்கள் பார்க்கிறார்கள், ஆசாரியர்கள் பார்க்கிறார்கள். இது யார்? அதுக்குதான் அவன் வாங்கி திறந்து சொல்றா, என் இருதயம் கர்த்தருக்குள் மகிழ்ந்திருக்கிறது. என் இருதயம் கர்த்தருக்குள் மகிழ்ந்திருக்கிறது. என் வாய் என் சத்துருக்கள் மத்தியிலே திறந்திருக்கிறது. அந்த வார்த்தை இருதயத்தின் ஆழத்திலிருந்து சத்தமிட்டு. இந்த சாமுவேல் புஸ்தகத்தை எழுதுனது யாரு? சாமுவேல் புஸ்தகத்தை எழுதுனது யாரு? நான் இல்ல பாஸ்டர் யாரும் சொல்லிடாதீங்க. சாமுவேல் புஸ்தகத்தை எழுதுனது யாரு? யாரு? சாமுவேல் தான். சாமுவேல் புஸ்தகத்தை எழுதுனது யாரு? சொல்லுங்க, யாரு? சாமுவேல் தான் எழுதுனான். அப்படின்னா அவருக்கு கேட்கும்போது, அவர் இந்த சம்பவத்தை பார்க்கும்போது எத்தனை வயசு அவருக்கு? இந்த அம்மா வந்து சபைக்கு முன்னாடி 2ஆம் அதிகாரத்துல அந்த அம்மா அவ்வளோ பெரிய கூட்டத்துக்கு முன்னாடி சத்தமா, நம்ம சபையில கைத்தட்டி பாட்டு பாடுறதுக்கு நிறைய பேருக்கு வெக்கம், நிறைய பேருக்கு தெய்வத்தை ஆராதிக்கிறதுக்கு முட்டுமடக்கி கையடிச்சு தெய்வ சன்னிதானத்துல தெய்வனை மகத்துவப்படுத்துறதுக்கு வெக்கம். ஆனா அன்னால் சமஸ்த இஸ்ரவேலரும் சமஸ்த ராஜாக்களும் பிரபுக்கள்மாரும் கோத்திர பிதாக்கள் எல்லாரும் வந்திருக்கும் பொழுது அவர்களுக்கு முன்பாக சத்தமிட்டு சொல்கிறாள், என் இருதயம் கர்த்தருக்குள் மகிழ்ந்திருக்கிறது, என் இருதயம் ஆண்டவருக்குள் களி கூறுகிறது, என் கொம்பு என் சத்துருக்களுக்கு மத்தியிலே உயர்ந்திருக்கிறது. எல்லாரும் பார்க்கத்தக்க வகையில இத அந்த 2 வயசு பிள்ளை பார்க்குது. நீங்க கர்த்தரை நல்ல இருதயத்தோடு ஆராதிச்சீங்கன்னா உங்களை பார்த்து வளர்ற உங்க பிள்ளை தலைமுறை தலைமுறையாய் கர்த்தரை ஆராதிக்கும். அல்லேலூயா, அல்லேலூயா. 2 வயசு தன்னுடைய தாய் ஏதோ ஒரு பெரிய சம்பவம், ஏதோ ஒரு பெரிய சாதனை, எல்லாருக்கும் முன்னாடி நம்ம அம்மா ஏதோ ஒன்று சொல்றாங்கன்னு அந்த பிள்ளை கண்ணும் கருத்துமாய் கவனிக்கிறது. எனக்கு அன்பான கர்த்தருடைய பிள்ளைகளே, நீங்களும் நானும் என்ன செய்கிறோமோ அதை நம்ம பிள்ளைகள் கவனிக்கும். ஆமென், ஆமென். 2 வயசுல அவன் இருதயத்துல எழுதப்பட்டது, அவன் ஹிருதயத்துல இந்த சம்பவம் ஆழமா எழுதப்பட்டது. அதனாலதான் இந்த சம்பவத்தை அவன் துவக்கத்தில் எழுதும் பொழுது சொல்லுகிறான், கர்த்தரே கொல்லுகிறவரும் உயிர்ப்பிக்கிறவருமாய் இருக்கிறார். ஆமென். வாசிங்களேன் 1 சாமுவேல் 2ஆம் அதிகாரம். 2ஆம் வசனம் வாசிங்க. கர்த்தரை போல 2ஆம் வசனம், யெகோவாவை போல பரிசுத்தர் இல்லை. இனி என்ன செய்யாதீங்க? இனி என்ன செய்யாதீங்க? என்ன செய்யாதீங்க? சத்தமா சொல்லுங்க. இனி யாரும் நீங்க தான் உயர்ந்தவங்க, நீங்க தான் பெருசு, நாங்க தான் நிக்க போறோம், எங்களுக்கு தான் எல்லாம், எங்களுக்கு தான் எல்லாம், நாங்க தான் இந்த ஸ்தானத்துக்கு வர போறோம், நாங்க தான் இந்த ஸ்தானத்துக்கு வர போறோம்னு சொல்லாதீங்க. ஏன்னா மேட்டிமையான பேச்சு எல்லாம் தேவன் தகர்த்து போட்டார். ஆமென். அடுத்த வசனம். இனி என்ன வரக்கூடாது? ஏன்னா நாங்க தான் பரிசுத்தவான்கள், நாங்க தான் பலிபீடத்தில் நிக்க வேண்டியவங்க, எங்க குடும்பம் தான் நிக்கும், நாங்கள் தான் நிப்போம் என்று சொல்லி நீ யாரும் உங்க வாயினால் என்ன செய்யாதீங்க? அகந்தையான வார்த்தைகளை பேசாதிருங்க. இடறியவர்களோ, ஒரு காலத்துல நாங்க இடறி விழுந்தோம், ஒரு காலத்துல எங்க குடும்பம் தகர்ந்து கிடந்துச்சு, ஒரு காலத்துல நாங்க கட்டப்படாம இருந்தோம், இன்னைக்கு தேவன் எங்களை எடுத்து கட்டி இருக்கிறார். அல்லேலூயா. அதுக்கு நான் சாட்சி, தேவனுக்கு முன்பதான் நான் சாட்சி. என் குடும்ப ஜீவன் தகர்ந்து 14 வருஷம் கடந்துச்சு, தெய்வம் எங்க குடும்பத்தை எடுத்து கட்டி இருக்கிறார். அல்லேலூயா, அல்லேலூயா. தேவனால் ஆகாத காரியம் ஒன்றுமே இல்லை, அவரால் கூடாத காரியம் ஒன்றுமே இல்லை, அவரால் சாத்தியமில்லாத காரியம் ஒன்றுமே இல்லை. இது நடக்காது, இது சிதைக்காது என்று சொன்ன எல்லா மனுஷருடைய கண்களுக்கு மத்தியில இன்றைக்கு தேவன் எடுத்து நிறுத்தி இருக்கிறார். அவர் பரிசுத்தராயிருக்கிறார். தகர்ந்து போனவர்களை, தள்ளாடுகிறவர்களை தூக்கி நிறுத்துகிறவர் தான் நம்முடைய ஆண்டவர்.
மனுஷர் எல்லாரும் செய்வாங்க, இது நடக்காது, இது ஒளிஞ்சு போய்விட்டது, இது அழிந்து போய்விட்டது, இது நடக்காது, முடிந்தது. அன்னாருடைய ஜீவியத்தை குறித்து இனி இந்த குடும்பம் சபையிலே உட்படாது, தேவனுக்கு ஊழியம் செய்யாது, ஆண்டவருடைய ஆலயத்திலே வேலை செய்ய எப்பேற்பட்ட தருணத்தில் வராது என்று சொல்லி 16 தலைமுறைகளாய் யோசித்து யோசித்து பேசி ஒதுக்கி வைக்கப்பட்ட குடும்பம் 17வது தலைமுறையாய் சாமுவேல் தேவனுடைய வஸ்திரத்தை தரித்துக் கொண்டு, கர்த்தருடைய வஸ்திரத்தை தரித்துக் கொண்டு தேவ சன்னிதானத்திற்குள்ளே 2 வயதிலே உள்ளே வருவானேயானால் உன்னுடைய குடும்பத்திலும் என்னுடைய குடும்பத்திலும் இருக்கிற எல்லா சாபங்களை மாற்றி தேவன் உங்களை உட்பிரவேசிக்க பண்ணும்படிக்கு அவர் அனுக்கிரகம் பாராட்டுகிறவராய் இருக்கிறார். அதனாலதான் அவர் சொல்லுகிறார், கர்த்தரே கொல்லுகிறவரும் கர்த்தரே உயிர்ப்பிக்கிறவருமாய் இருக்கிறார். கர்த்தரே எங்களை பாதாளத்தில் இறங்க பண்ணினார். எப்போ? மோசைக்கு விரோதமாய் எழுந்து நின்ற பொழுது எங்களுடைய குடும்பமும் எங்களுடைய கோத்திரமும் எங்களுடைய முற்பிதாக்களும் உண்மையாகவே பாதாளத்தில் இறங்கினார்கள். ஆனாலும் அந்த பாதாளத்திலிருந்து இன்றைக்கு ஒருவனை ஏறி வர பண்ணி இருக்கிறார். அந்த பாதாளத்திற்கு தள்ளப்பட்ட ஒரு குடும்பத்தில் நின்று ஒருவனை சொர்க்கத்திற்கு நேராக, ஒருவனை தேவ சமூகத்திற்கு நேராக, தேவனுடைய ஆலயத்திற்கு நேராக தேவன் கொண்டு வந்திருக்கிறார். ஆமென். மனுஷர் எல்லாரும் சொல்லுவாங்க, இது பாதாளத்திற்கு விதிக்கப்பட்ட குடும்பம், இது பாதாளம் போவதற்கென்று விதிக்கப்பட்டவர். ஐயாவை குறித்து ஐயா சொல்லும்போதுதான் எப்படி ஆயிலும் பாதாளத்தின் வாசல் நின்று நித்தியத்திற்கு நேராக தேவன் கொண்டு வந்திருக்கிறார். அல்லேலூயா. கர்த்தரே கொல்லுகிறவரும் உயிர்ப்பிக்கிறவருமாய் இருக்கிறார். அவரே பாதாளத்திலிருந்து ஏறி வர பண்ணுகிறவர். அதனாலதான் அந்த வார்த்தைகள் ஒவ்வொன்றும் சாமுவேலுடைய இருதயத்தில் இருந்தது. அதனாலதான் அந்த சாமுவேலுடைய புஸ்தகத்தை எழுதும் பொழுது இவ்வளவு தெளிவாய் எழுதுகிறான். நம்முடைய குடும்பம் இத்தனையாய் ஒதுக்கப்பட்டிருந்தது, நம்முடைய குடும்பம் இத்தனையாய் சபிக்கப்பட்டிருந்தது, நம்முடைய கோத்திரம் இவ்வளவாய் தூரமாக்கப்பட்டது. ஆனால் தூரமாக்கப்பட்ட நாங்கள் இன்றைக்கு தேவ சமூகத்துக்கு உட்பட்டு இருக்கிறோம். ஆமென், ஆமென், ஆமென். நீங்கள் நானும் சாதாரணமாக அதை வாஸ்து கடந்து போயிடும். ஆனா அண்ணாளுடைய ஜெபம், அண்ணாள் அந்த அத்தனை ஜனங்களுக்கு மத்தியில, அத்தனை பெரிய பஸ்காவினுடைய 12 கோத்திரங்களுக்கு மத்தியில, பிரபுமான்களுக்கு மத்தியில, ராஜாக்களுக்கு மத்தியில தன் வாய் விரிவாய் திறக்க காரணம், எங்க குடும்பத்தின் மேல் இருந்த சாபத்தை, எங்கள் மேல் இருந்த சாபத்தை, எங்கள் மேல் இருந்த நியாய பிரமாணத்தின் சாபத்தை, நியமங்களை எல்லாம் உடைத்து இன்றைக்கு கிருபையினாலே உட்பிரவேசிக்க பண்ணியிருக்கிறார். கிருபையானது அவருடைய சமூகத்திற்குள்ளே எங்களை கொண்டு வந்திருக்கிறது. நாங்கள் நிற்பது தேவ கிருபையே, நாங்கள் நிற்பது தேவ கிருபையே, நாங்கள் நிற்பது தேவ கிருபையே. அதனாலதான் அண்ணாள் தன் இருதயத்தின் ஆழத்திலிருந்து பாடுகிறார். நம்முடைய வாயிலிருந்து ஒரு சாட்சி வரணும்னா உயிருள்ளதாய் வர வேண்டும். ஆமென். நம்முடைய இருதயத்திலிருந்து ஒரு வார்த்தை வர வேண்டுமானால் அது உயிருள்ளதாய் வர வேண்டும். நாம பாடுகிற அந்த வார்த்தையானது, நாம் பேசின வார்த்தையானது, அவள் கர்த்தரை துதித்தாள், கர்த்தரை மகிமைப்படுத்தினாள், கர்த்தருக்கு மகத்துவம் கொடுத்தாள். ஏன்னு சொன்னால் அவருடைய வாழ்க்கையில அவர் அத்தனையாய் செய்திருக்கிறார். ஆமென். உங்க ஒவ்வொருடைய வாழ்க்கையிலும் அண்ணாளுக்கு செய்தது போல அவர் செய்ய வல்லவராயிருக்கிறார். இல்லாதவைகளை இருக்கிறது போல அழைக்கிற தேவன், ஒன்றும் இல்லாமல் என்று ஒன்றை உருவாக்குகிற தேவன். நிச்சயமாய் கர்த்தர் உங்களுக்கு தலைமுறைகளை தருவார். ஆமென். உங்க தலைமுறை கர்த்தரை சேவிக்கும், உங்க தலைமுறை கர்த்தருக்கு ஊழியம் செய்யும். எத்தனை வயசுல தெரியுமா? 2 வயசுக்குட்பட்டவர்கள் பிரவாசகம் பறைவார்கள். தேவனுடைய ஆவி ஊற்றப்படும் பொழுது, கர்த்தருடைய அபிஷேகம் ஊற்றப்படும் பொழுது, தேவனுடைய ஆவியின் வல்லமை இறங்கும் பொழுது, இந்த உலகத்திலே மற்றொருவராலும் சொல்லப்படாத, மற்றொருவரால் செய்யப்படாத அதிசயமான காரியத்தை கர்த்தர் உங்கள் தலைமுறைகளை கொண்டு செய்ய வல்லவராய் இருக்கிறார். ஆமென். அது வரைக்கும் கேள்விப்படல, அது வரைக்கும் 30 வயசுல தான் ஊழியத்துக்கு வரணும், அது வரைக்கும் 30 வயசுல தான் புரோகித வஸ்திரம் தரிக்கணும். ஆனா இப்போ 2 வயசுல இது எதனாலன்னா கிருபையுள்ள ஜெபம். ஆமென். தேவனுடைய தயவு இன்னைக்கு உங்களையும் என்னையும் தயவாய் தேவன் தம்முடைய சமூகத்தில் நிறுத்தி இருக்கிறார். கிருபாசனத்தினிடத்தில் தேவன் கொண்டு வந்திருக்கிறார். அதற்கு அவர் தம்மை தாமே தியாகமாய் கொடுத்திருக்கிறார். புறம்பாக்கப்பட்டவர்களாய்,
காணியாட்சிக்கு புறம்பானவர்களாய், தேவனற்றவர்களாய், நம்பிக்கை இல்லாதவர்களாய் இருந்த நம்மை தேவ சமூகத்திலே கொண்டு சேர்க்கும்படிக்கு அந்த இயேசு கிறிஸ்து கல்வாரி சிலுவையிலே தன்னுடைய ஜீவனை கிழித்து அதன் மூலமாய் உட்பிரவேசிக்க பண்ணியிருக்கிறார். இன்றைக்கு நீங்கள் நானும் பிதாவின் சமூகத்தில் சேருகிற சாக்கியத்தை அவர் நமக்கு கொடுத்திருக்கிறார். ஆமென். சாதாரணமா இல்ல, விலைக்கிரயமாய் இயேசு தன்னுடைய சொந்த ஜீவனையே கொடுத்திருக்கிறார். ஆமென். அன்றைக்கு அன்னாள் தேவ சமூகத்துல கண்ணீரோடு ஜெபம் பண்ணி தன் குடும்பத்தின் மேல தலைமுறையாய் கடந்து வந்த சாபத்தை தடுத்து நிறுத்தி தன் பிள்ளையின் மூலமாய் ஒரு புரோகிதனை உருவாக்கினார். அதற்கப்புறம் வேதம் சொல்கிறது, கர்த்தர் சாமுவேலோடு கூட இருந்தார், கர்த்தர் சாமுவேலை ஆசீர்வதித்தார், கர்த்தர் சாமுவேலுடைய வார்த்தையின்படி செய்தார். அவன் சொல்லுகிறபடி எல்லாம் இஸ்ரவேலிலே தான் முதல் பெயர் சபா வரைக்கும் சாமுவேல் தேவனுடைய தீர்க்கதரிசிதான், சாமுவேல் தேவனுடைய ஊழியக்காரன் தான், சாமுவேல் தேவனுடைய ஆசாரியன் தான் என்கிற பெயர் விளங்கும்படிக்கு கர்த்தர் சாமுவேலின் மேலே தம்முடைய அபிஷேகத்தை வைத்தார். இனி வரும் சந்ததிகள், இனி வரும் ஜனங்கள் உங்கள் பிள்ளைகளை பார்க்கும் பொழுது இது கர்த்தருடைய ஜனம், இது கர்த்தருடைய சந்ததி, இது தேவனால் அபிஷேகம் பண்ணப்பட்டது என்று சொல்லத்தக்க வகையிலே தேவன் உங்களையும் உங்கள் குடும்பத்தையும் நடத்த போகிறார். விசுவாசிக்கிறவர்கள் கரங்களை தட்டி, விசுவாசிக்கிறவர்கள் கரங்களை தட்டி, விசுவாசிக்கிறவர்கள் கரங்களை தட்டி. எஸ், நன்றி ஆண்டவரே. அப்படி